ഇന്ന് നമ്മുടെ അന്വേഷണങ്ങൾ എന്താണ്? നമ്മുടെ അന്വേഷണങ്ങൾ 3 എമ്മുകളിലാണ് ആരംഭിക്കുന്നത്. അതിൻ്റെ അന്വേഷണങ്ങൾ മാത്രമേ നമുക്കുള്ളൂ. ഒന്നാമതായി ഉള്ളത് മണി, സമ്പത്ത്, സമാഹരണം, തലമുറകൾക്ക് വേണ്ടി സമാഹരിച്ചു വെക്കുക. ആദ്യത്തെ നമ്മുടെ അന്വേഷണമാണ്. ഒന്ന് ചിന്തിച്ചു നോക്കുക, യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ കാലയളവിൽ യേശു ഏറ്റവും കൂടുതൽ അകലം പാലിച്ച് നിന്നത് ഇതിനോട് മാത്രമാണ്. നമുക്ക് കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ പരിശോധിച്ചാൽ തന്നെ അറിയാം, എല്ലാം ഇൻ അബണ്ടൻസ് ആണ്, സമൃദ്ധിയുടെ അത്ഭുതങ്ങളാണ് ക്രിസ്തു ചെയ്തതെല്ലാം. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്നു, 7 അപ്പം കൊണ്ട് 4000 പേരെ പോഷിപ്പിക്കുന്നു. ഇങ്ങനെ സമൃദ്ധിയുടേതായ അടയാളങ്ങളും അത്ഭുതങ്ങളും ക്രിസ്തു ചെയ്തു. പക്ഷേ സമ്പത്തിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ നാം തന്നെ അതിശയിച്ചു പോകും. പറയുന്നത് എന്താണ്? നീ ആ മത്സ്യത്തെ പിടിക്കുക, മത്സ്യത്തിൻ്റെ വായിൽ ഒരു എസ്തീറ കാണും, അത് നിനക്കും എനിക്കും വേണ്ടി കൊടുക്കുക. അതിനപ്പുറം അവിടെ ഇരട്ടിപ്പിക്കലിൻ്റെ ഒരു തത്വശാസ്ത്രം ക്രിസ്തു നിലനിർത്തുന്നതായി സുവിശേഷത്തിൽ നാം വായിക്കുന്നില്ല. ബാക്കിയുള്ളതെല്ലാം ഇൻ അബണ്ടൻസ് ആണ്, സമൃദ്ധിയുടേതായ അത്ഭുതങ്ങളും അടയാളങ്ങളുമാണ്. സമ്പത്തിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ യേശുക്രിസ്തു ചെയ്തത് എന്താണ്? യേശുക്രിസ്തു ചെയ്തത് സമ്പത്തിൻ്റെ ആധിക്യാനുഭവത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയല്ല, മറിച്ച് ആവശ്യത്തിനുള്ളത് നൽകുക എന്നുള്ളത് മാത്രമാണ്. തിരുവചനം പഠിപ്പിക്കുന്നത് മുഴുവനും അതുതന്നെയാണ്. അനാവശ്യ സമാഹരണങ്ങളൊന്നും ഒരുപക്ഷെ ഉപയോഗിക്കുവാൻ സാധ്യമായി എന്ന് വരികയില്ല. മരുപ്രയാണ ജീവിതയാത്ര ഇസ്രായേൽ മക്കളെ പഠിപ്പിച്ചത് അതാണ്. ആകാശത്ത് നിന്ന് അവർക്ക് ഭക്ഷിക്കുവാൻ തക്കവണ്ണം മന്ന പൊഴിഞ്ഞുകൊണ്ടിരുന്നു. കൊടുത്തപ്പോൾ കൃത്യമായി അവരോട് പറഞ്ഞു, കൂട്ടിവെക്കരുത്, ശേഖരിക്കരുത്, സമാഹരണ സ്വഭാവം നിങ്ങളുടെ ഇടയിൽ വർദ്ധിതമായി പോകരുത്. പക്ഷേ അവർ കേട്ടില്ല. പക്ഷെ നാം എന്താണ് പഴയ നിയമ പുസ്തകത്തിൽ വായിക്കുന്നത്? കൂട്ടിവെച്ചതെല്ലാം കൃമിച്ച് നാറി എന്നാണ് എഴുതിയിരിക്കുന്നത്. കൂട്ടിവെച്ചിരിക്കുന്നതെല്ലാം കൃമിക്കുവാൻ തക്കവണ്ണം തുടങ്ങി. സമാഹരണം എന്ന് പറയുന്നതല്ല, വിട്ടുകൊടുക്കലാണ് ക്രിസ്തു നമ്മെ പഠിപ്പിച്ച വലിയ തൻ്റെ ജീവിത പാഠം എന്ന് പറയുന്നത്. നിർഭാഗ്യവശാൽ നമ്മുടെ എല്ലാ അന്വേഷണങ്ങളിലും പരമപ്രധാനമായി നിൽക്കുന്നത് സമ്പത്തിൻ്റെ സമാഹരണം. രണ്ടാമതായി നമ്മുടെ അന്വേഷണത്തിൽ ഉൾപ്പെട്ട എം എന്ന് പറയുന്നത് മാർക്കറ്റാണ്, വിപണി. വിപണിക്കൊത്ത് വളരുവാനും വിപണിക്കൊത്ത് ഉയരുവാനും തക്കവണ്ണമുള്ള ശ്രമങ്ങളാണ് എല്ലാ ഇടങ്ങളിലും നടക്കുന്നത്. ഒരു മനുഷ്യൻ്റെ മൂല്യം ഇന്ന് അളക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അവൻ അണിയുന്ന വസ്ത്രത്തിൻ്റെ ബ്രാൻഡ്, അവൻ യാത്ര ചെയ്യുന്ന വാഹനത്തിൻ്റെ ബ്രാൻഡ്, ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോ മനുഷ്യൻ്റെയും മൂല്യം ഇന്ന് അളന്നുകൊണ്ടിരിക്കുന്നത്. പഴയകാലത്ത് മനുഷ്യൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകളും അവൻ്റെ ഇടപെടലുകളുടെ സാരല്യവും ഒക്കെ പരിശോധിച്ചാണ് ഒരു മനുഷ്യൻ്റെ മൂല്യം അളന്നുകൊണ്ടിരുന്നതെങ്കിൽ ഇത് നേരെ തകിടം മറിഞ്ഞു പോയി. ഇന്ന് കാണുന്നത് എന്താണ്? ഈ മനുഷ്യൻ അണിയുന്ന വസ്ത്രവും അതിനോടൊപ്പം തന്നെ അവൻ യാത്ര ചെയ്യുന്ന വാഹനവും ഒക്കെ ഈ മൂല്യത്തിൻ്റെ അടയാളങ്ങളായി, ഒരു മനുഷ്യൻ്റെ വ്യക്തി ജീവിതത്തിൻ്റെ അടയാളങ്ങളായി നാം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വിപണിക്കൊത്ത് ഉയരുവാനും വിപണിയോളം വളരുവാനും തക്കവണ്ണമുള്ള ശ്രമമാണ് എല്ലാ ഇടങ്ങളിലും അനുദിനം നാം ഇന്ന് കണ്ടുവരുന്നത്. ഇതൊരു വലിയ തെറ്റായ പ്രവണത തന്നെയാണ്. വിപണിക്കൊത്ത് ഉയരുവാൻ തക്കവണ്ണം സാധിക്കും. അതുകൊണ്ട് നമ്മുടെ അന്വേഷണങ്ങളെല്ലാം മാർക്കറ്റിനെ ആധാരമാക്കിക്കൊണ്ട് ഉള്ളതായി മാറുന്നു. മൂന്നാമതായി നമ്മുടെ അന്വേഷണത്തിൽ ഇടം പിടിച്ചിരിക്കുന്നത് മീഡിയ ആണ്, മാധ്യമങ്ങൾ. മാധ്യമങ്ങളിൽ ഇടം നേടുക, എങ്ങനെയെങ്കിലും പ്രശസ്തനായി തീരുക, എവിടെയെങ്കിലും വിവാദ വിഷയമാണെങ്കിലും അല്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ എന്ന് രേഖപ്പെടുത്തി ലോകത്തിൻ്റെ ജനശ്രദ്ധ ആകർഷിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരുക. ഇതാണ് മനുഷ്യൻ്റെ ശ്രമങ്ങളെല്ലാം. നമ്മുടെ അന്വേഷണങ്ങളെല്ലാം ഈ 3 എമ്മുകളിൽ കുടുങ്ങിക്കിടക്കുന്നു. മണി, മാർക്കറ്റ്, മീഡിയ എന്നുള്ള 3 എമ്മുകളിൽ കുടുങ്ങിക്കിടക്കുന്നതാണ് ഈ കാലത്തിൻ്റെ വലിയ കുഴപ്പം എന്ന് പറയുന്നത്. പക്ഷേ ദൈവം നമ്മെ ഇവിടെ ആക്കി വെച്ചിരിക്കുന്നത് ഇത് അന്വേഷിക്കുവാൻ തക്കവണ്ണമല്ല, അവൻ്റെ മുഖം അന്വേഷിക്കുവാൻ തക്കവണ്ണമാണ് എന്നുള്ളത് ഒരു നാളും മറന്നു പോകരുത്. അവൻ്റെ മുഖം അന്വേഷിക്കുവാൻ തക്കവണ്ണം നമുക്ക് എന്താകുന്നു വേണ്ടത് എന്ന് കാലങ്ങൾക്ക് മുമ്പേ യഹോവയാകുന്ന ദൈവം ജനതകളോട് അരുളി ചെയ്തിട്ടുണ്ട്. ദിനവൃത്താന്തം 1-ാമത്തെ പുസ്തകം 22-ാം അധ്യായം 19 മുതലുള്ള വാക്യങ്ങളിലാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവമുഖം അന്വേഷിക്കുവാൻ തക്കവണ്ണം നമുക്ക് എന്താകുന്നു വേണ്ടത്? 2 കാര്യങ്ങളാണല്ലോ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാമതായി വേണ്ടത്
അറ്റൻഷൻ ഓഫ് ദ മൈൻഡ്. മനസ്സുകൊണ്ടൊരു ശ്രദ്ധയുണ്ടാകണം. ദൈവമുഖം അന്വേഷിക്കുവാൻ തക്കവണ്ണം ദൈവഭക്തൻ ആദ്യമായി ഉണ്ടാകേണ്ടത് മനസ്സുകൊണ്ടുള്ള ശ്രദ്ധയാണ്. രണ്ടാമതായി ഉണ്ടാകേണ്ടത് അഫെക്ഷൻ ഓഫ് ദ ഹാർട്ട്. ഹൃദയം കൊണ്ട് അടുപ്പം ഉണ്ടാകണം. മനസ്സുകൊണ്ടൊരു ശ്രദ്ധയും ഹൃദയം കൊണ്ട് ഒരു അടുപ്പവും കൊണ്ട് ആരൊക്കെ അവനെ അന്വേഷിക്കുന്നുവോ അവരുടെ എല്ലാം മുമ്പിൽ നമ്മുടെ അരുമനാഥൻ വെളിപ്പെട്ടു വരുന്ന ചരിത്രമാണ് സുവിശേഷവും വിശുദ്ധ വേദപുസ്തകവും സാക്ഷിക്കുന്നത്. ഒരു യാഥാർത്ഥ്യമാണ്. മനസ്സുകൊണ്ടുള്ള ശ്രദ്ധയും ഹൃദയം കൊണ്ടുള്ള അടുപ്പവും കൊണ്ട് അവനെ അന്വേഷിക്കുന്നവരുടെ മുമ്പിൽ അവൻ വെളിപ്പെട്ടു വരുന്നു. സുന്ദരമാകുന്ന ഒരു ഉദാഹരണമുണ്ട്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20-ാമത്തെ അധ്യായത്തിൽ നാം വായിക്കുന്നതാണ്. യേശുക്രിസ്തുവിൻ്റെ പുനരുദ്ധാന പുലരിയുടെ വിവരണമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശുതമ്പുരാനെ പൂശുവാൻ തക്കവണ്ണം അതിരാവിലെ പുലർച്ചയ്ക്ക് സ്ത്രീകൾ സുഗന്ധദ്രവ്യവുമായി അവൻ്റെ കല്ലറയുടെ വാതിലിലേക്ക് ചെല്ലുന്നു. മഗ്ദലക്കാരി മറിയയും അതിനോടൊപ്പം കുറേ സ്ത്രീകളും അവൻ്റെ കല്ലറയുടെ അരികിലേക്ക് ചെല്ലുന്നു. കല്ലറയുടെ അരികിലേക്ക് ചെല്ലുമ്പോൾ ഈ സ്ത്രീകളുടെ മനോവ്യഥ മുഴുവനും ഇങ്ങനെയാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ കല്ലറയുടെ വാതിൽ നിന്ന് ആരാണ് കല്ലുരുട്ടി മാറ്റുന്നത്? ഇതാണ് അവരുടെ മനോവ്യഥയും വേദനയും ഒക്കെയായി നിലനിൽക്കുന്നത്. പക്ഷെ അവരവിടേക്ക് കടന്നു വരുമ്പോൾ ആ കല്ല് അവിടെ നിന്ന് ഉരുട്ടി മാറ്റപ്പെട്ടിരിക്കുന്നതായി കാണുന്നു. ഉടനെ തന്നെ ഈ കടന്നു വന്ന സ്ത്രീകൾ കർത്താവിൻ്റെ ശിഷ്യന്മാരെ വിവരമറിയിക്കുവാൻ തക്കവണ്ണം ഓടിപ്പോയി. കർത്താവിൻ്റെ ശിഷ്യന്മാരായ പത്രോസും യോഹന്നാനും ഈ വാർത്ത കേൾക്കുന്നു. ഒരു ബ്രേക്കിംഗ് ന്യൂസ് കേട്ട മാത്രയിൽ തന്നെ ഈ 2 ശിഷ്യന്മാരും കല്ലറയുടെ അരികിലേക്ക് ഓടി വരുന്നത് വിശുദ്ധ യോഹന്നാൻ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അവർ കല്ലറയുടെ അരികിലേക്ക് വളരെ വേഗം ഓടി വരികയാണ്. കല്ലറയുടെ അരികിലേക്ക് അവർ ഓടി വന്നതിന് ശേഷം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: കല്ലറയ്ക്കുള്ളിലേക്ക് അവർ നോക്കുമ്പോൾ ശീലകളല്ലാതെ വേറെ യാതൊന്നും അവരവിടെ കാണുന്നില്ല. ശീലകളല്ലാതെ വേറെ യാതൊന്നും അവിടെ കാണുവാൻ സാധ്യമാകാത്തതിനാൽ ഈ ശിഷ്യന്മാർ 2 പേരും വന്നതുപോലെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. വിശുദ്ധ യോഹന്നാൻ എഴുതിയിരിക്കുന്നത് അങ്ങനെയാണല്ലോ. ശിഷ്യന്മാർ 2 പേരും വന്നതുപോലെ അവരുടെ ഭവനത്തിലേക്ക് അവരുടെ ജീവൻ സംരക്ഷിക്കുവാൻ തക്കവണ്ണം ഭയപ്പാട് നിമിത്തം ഓടിപ്പോയി. എന്നാൽ ഇവരെ ഈ വിവരം അറിയിച്ച സ്ത്രീ ഉണ്ടല്ലോ, മഗ്ദലക്കാരി മറിയ, അവൾ ശിഷ്യന്മാർ ഓടിപ്പോയിട്ടും ആ കല്ലറയുടെ അരികിൽ തലതല്ലി കരഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആ കല്ലറയ്ക്കുള്ളിൽ ആയിരിക്കുന്നവൻ, കല്ലറയ്ക്കുള്ളിൽ വെക്കപ്പെട്ടിരിക്കുന്നവൻ അവളുടെ ജീവന്റെയും ജീവിതത്തിൻ്റെയും ഭാഗമാണ്. അതുകൊണ്ട് തന്നെ അവൻ്റെ കല്ലറയെ പറ്റിയുള്ള ശ്രദ്ധ അവളുടെ മനസ്സിലുണ്ട്. ആ കല്ലറയോട് ഹൃദയപൂർവമായ അടുപ്പവും അവൾക്കുണ്ട്. അത് ഉപേക്ഷിച്ച് പോകുവാൻ തക്കവണ്ണം അവൾക്കാവുന്നില്ല. അവൾ ഈ ശിഷ്യന്മാർ പോയതിനു ശേഷം കല്ലറയ്ക്കുള്ളിലേക്ക് നോക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണല്ലോ: ശിഷ്യന്മാർ ശീലകളല്ലാതെ വേറെ യാതൊന്നും കണ്ടില്ല. പക്ഷേ തെരുവ് പെണ്ണ് എന്ന് വിളിക്കപ്പെട്ട ഈ സ്ത്രീ കാണുന്നത് ഇതാ തലയ്ക്കലൊരു മാലാഖയിരിക്കുന്നു, കാൽക്കൽ വേറൊരു മാലാഖയിരിക്കുന്നു. പിന്നീട് ഈ മാലാഖ അവളോട് സംസാരിക്കുകയാണ്. അതിനുശേഷം അവൾ കല്ലറയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നിൽക്കുമ്പോൾ നാം കാണുന്നത് അതിചേതോഹരമാകുന്ന ഒരു കാര്യമാണ്. തോട്ടക്കാരനായി പുനരുദ്ധാനം ചെയ്ത ക്രിസ്തു കല്ലറയുടെ സമീപം അവിടെ ഇതാ നിലകൊള്ളുന്നു. പിതാക്കന്മാർ ഈ വേദഭാഗത്തിന് ഭാഷ്യം എഴുതിയപ്പോൾ അവർ പറഞ്ഞു വെച്ചത് ഇങ്ങനെയാണ്: കർത്താവിനോട് കൂടെ നടക്കുകയും ദിവ്യരഹസ്യങ്ങളിലേക്ക് ഉപനയിക്കപ്പെടുകയും ഒക്കെ ചെയ്ത ശിഷ്യന്മാർക്ക് ഈ കാഴ്ച കാണുവാൻ തക്കവണ്ണം സാധിച്ചില്ല. കാരണം അവരുടെ ജീവിതം തിരക്കുകൾക്കിടയിൽ ആയിപ്പോയി. അവരുടെ ജീവിതം തിരക്കുകൾക്കിടയിലായിപ്പോയി. അതുകൊണ്ട് ഈ കാഴ്ച കാണുവാൻ അവർക്ക് സാധിച്ചില്ല. തോട്ടക്കാരനായി നിൽക്കുന്ന ക്രിസ്തു പിന്നീട് ആ സ്ത്രീയോട് സംസാരിക്കുകയാണ്. പുനരുദ്ധാനം ചെയ്ത ക്രിസ്തു ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം ഈ സ്ത്രീയോടാണ്, തെരുവ് പെണ്ണിനോടാണ്: സ്ത്രീയെ, നീ എന്തിന് കരയുന്നു? രണ്ടാമത്തെ ചോദ്യം അവളോട് തന്നെയാണ്: സ്ത്രീയെ, നീ ആരെ തിരയുന്നു? ഈ 2 ചോദ്യങ്ങളും കേൾക്കുവാൻ തക്കോണമുള്ള ഭാഗ്യമുണ്ടായത് കർത്താവിൻ്റെ ശിഷ്യഗണത്തിലേക്ക് വിളിക്കപ്പെട്ട 12 പേർക്കല്ല. അവരിൽ പ്രായം കൊണ്ട് പ്രാധാന്യമുള്ള പത്രോസിനും കൂട്ടത്തിലേറ്റം ഇളയവനായി അത്താഴത്തിൽ മാറിനോട് ചേർന്ന് കിടന്ന യോഹന്നാനും അല്ല ഈ സംഭാഷണം കേൾക്കുവാൻ ഭാഗ്യമുണ്ടാകുന്നത് തള്ളിക്കളഞ്ഞ ഒരു തെരുവ് പെണ്ണിനാണ്.
ഇതാ അവളോട് ക്രിസ്തു സംസാരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമുക്കവനെ അന്വേഷിക്കുവാൻ തക്കവണ്ണം മനസ്സിൻ്റെ ശ്രദ്ധയും ഹൃദയം കൊണ്ട് അടുപ്പവുമുണ്ടോ? എവിടെയായിരിക്കുന്നുവോ അവൻ നമ്മുടെ അരികിലായി ഇറങ്ങി വരും, യാതൊരു സംശയവും വേണ്ട. വിശുദ്ധ വേദപുസ്തകം ഉടനീളം സാക്ഷിക്കുന്നത് അന്വേഷിക്കുന്നവർക്ക് മുമ്പിൽ വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യമാണ്. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നോക്കുക. വെയിലാറുമ്പോൾ സന്ധ്യയ്ക്ക് ആദമിനെയും ഹൗവയെയും കാണുവാൻ തക്കവണ്ണം തോട്ടത്തിൽ ഇറങ്ങി വരുന്ന യഹോവയാകുന്ന ദൈവം. സൺഡേ സ്കൂളിൻ്റെയൊക്കെ ബാലപാഠങ്ങളിൽ നാം പഠിക്കുന്നത് ഇതാ ഇടം വലം യഹോവയാകുന്ന ദൈവം അവരെ കയ്യിൽ പിടിച്ച് നടന്നു എന്നുള്ള തരത്തിലുള്ള കഥകളൊക്കെയാണ്. വെയിലാറുമ്പോൾ തോട്ടത്തിൽ അവരോടൊപ്പം നടക്കുവാൻ തക്കവണ്ണം ഇറങ്ങി വരുന്ന യഹോവയാകുന്ന ദൈവം. അബ്രഹാമിനോട് ഉറ്റ സ്നേഹിതനോടെന്നവണ്ണം സംസാരിക്കുന്ന ദൈവം. അബ്രഹാം യഹോവയോട് സംസാരിക്കുന്നത് നാം ഉൽപ്പത്തിയിൽ വായിക്കുന്നുണ്ടല്ലോ. 50 നീതിമാന്മാരുണ്ടെങ്കിൽ നീ പട്ടണത്തെ നശിപ്പിക്കുമോ? 40 പേരുണ്ടെങ്കിൽ നശിപ്പിക്കുമോ? യഹോവയെ കോപിക്കരുതേ, 10 പേരുണ്ടെങ്കിൽ നീ പട്ടണത്തെ നശിപ്പിക്കുമോ? യഹോവയാകുന്ന ദൈവത്തോട് ഉറ്റ ചെങ്ങാതിയോടെന്നവണ്ണം സംസാരിക്കുന്ന അബ്രഹാം. അതിനോടൊപ്പം തന്നെ നാം കാണുന്നു മോശ ഉറ്റ സ്നേഹിതനോടെന്നവണ്ണമാണ് യഹോവയാകുന്ന ദൈവത്തോട് സംസാരിക്കുന്നത്. മോശ പറയുകയാണ്, നിന്റെ തേജസ് എനിക്കൊന്ന് കാണണം. അങ്ങനെ ചോദിച്ചവരൊക്കെ ദഹിച്ചു പോയിട്ടേ ഉള്ളൂ. കാരണം ഉഗ്രപ്രതാപവാനായ ദൈവത്തെ പറ്റിയാണ് പഴയ നിയമത്തിൽ നാം വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത്. പക്ഷേ മോശയോടെ യഹോവ പറയുകയാണ്, നീ പാറയുടെ മറവിൽ ഇരുന്നു കൊള്ളുക, ഞാൻ ഇതുവഴി കടന്നു പോകും, എൻ്റെ തേജസ് നിനക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. ഉറ്റ ചെങ്ങാതിയോടെന്നവണ്ണമാണ് മോശയോട് യഹോവയാകുന്ന ദൈവം സംസാരിക്കുന്നത്. പ്രവാചകന്മാരൊക്കെ പ്രവചന ശുശ്രൂഷ നടത്തിയപ്പോൾ ദൈവം എങ്ങനെയായിരുന്നു? അവർക്ക് ബലമായി അവരുടെ നാവുകളിൽ, അവർ പോകുന്ന ഇടങ്ങളിൽ ശക്തി പകരുവാൻ തക്കവണ്ണം അവരുടെ പാദങ്ങളിൽ അവൻ അവരോട് കൂടെ നടന്നു. ഇസ്രായേൽ മക്കളുടെ മരുപ്രയാണ യാത്ര വായിക്കുമ്പോഴും നാം കാണുന്നത് എന്താണ്? ദൈവം എവിടെയാണ്? ദൈവം അനുദിനം അവരോടുകൂടെ സഹയാത്രികനായി ചേർന്ന് നടക്കുന്നു. പകൽ മേഘസ്തംഭമായി, രാത്രി അഗ്നിത്തൂണായി. 40 സംവത്സരക്കാലം മരുഭൂമിയിൽ കൂടി ഉഴന്നു നടന്നിട്ടും അവരാരും അണിഞ്ഞിരുന്ന വസ്ത്രത്തിൻ്റെ പകിട്ട് മങ്ങിപ്പോവുകയോ അവരുടെ കാൽ നീര് വെച്ച് വീങ്ങുകയോ ചെയ്യാതെ ദൈവം അവരോട് കൂടെ നടന്നു എന്നുള്ളതാണ് കാണുന്നത്. പഴയ നിയമത്തിൽ എല്ലായിടങ്ങളിലും കൂടെ നടക്കുന്ന ദൈവമാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കുറെ കൂടി മിഴിവായാണ് ഈ ചിത്രം നാം കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നത്. മനുഷ്യരോടുള്ള സ്നേഹം നിമിത്തം മനുഷ്യനായി ഭൂമിയിൽ പിറക്കുന്ന ദൈവം, അമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. അതിനുശേഷം നാം കാണുന്നു വിശുദ്ധനായ യോഹന്നാൻ ക്രിസ്തുവിൻ്റെ ജനനത്തെ പറ്റി അല്പം ഫിലോസഫിക്കലായൊക്കെ എഴുതി വെച്ചപ്പോൾ എത്ര സുന്ദരമായാണ് എഴുതി വെച്ചത്. വചനം ജഡം ധരിച്ചു നമ്മുടെ ഇടയിൽ പാർത്തു. അതിൻ്റെ മൂലഭാഷയിൽ നിന്ന് അതേപടി മലയാളീകരിച്ചാൽ അതിലും അഴകുള്ള വാക്കാണ്. വചനം ജഡം ധരിച്ചു നമ്മുടെ ഇടയിൽ കൂടാരമടിച്ചു. നമ്മോട് കൂടെ നടക്കുവാൻ തക്കവണ്ണം ഇറങ്ങി വരുന്ന ദൈവം. പുതിയ നിയമത്തിൽ ക്രിസ്തുവിനെ കാണുന്നത് എവിടേക്കാണ്? അവൻ്റെ ജനനം കാണുന്നത് സാധാരണക്കാർക്ക് ഏത് സമയത്തും പ്രവേശനമുള്ളതാകുന്ന കാലിത്തൊഴുത്തിൽ, അല്ലെങ്കിൽ സുറിയാനി പാരമ്പര്യപ്രകാരം കല്ലടാവിൽ. ഏതെങ്കിലും രാജകൊട്ടാരത്തിൽ പിറന്നിരുന്നുവെങ്കിൽ വിദ്വാൻമാർക്കും അതിനോടൊപ്പം തന്നെ സാധാരണക്കാരായ ആട്ടിടയന്മാർക്കും അവനെ ഒന്ന് കാണുവാൻ തക്കവണ്ണം പാസ് എടുക്കേണ്ടി വന്നേനെ. പക്ഷേ ഇത് നാം കാണുന്നത് എന്താണ്? അവർക്ക് അക്സസിബിളായ സ്ഥലത്താണ് ക്രിസ്തുവിൻ്റെ ജനനം. സാധാരണക്കാരനും കടന്നു ചെല്ലാവുന്ന സ്ഥലത്ത് അവൻ്റെ ജനനം സാക്ഷിക്കുന്നു. ജീവിതം നോക്കുക. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ, നിങ്ങൾ എൻ്റെ അരികിൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന് പറഞ്ഞ് ജനങ്ങളൊക്കെയും മിനക്കെട്ട് നിൽക്കുന്ന സ്ഥലങ്ങളിൽ, അത്തിമരത്തിന് ചുവട്ടിൽ, കടൽക്കരയിൽ, ആളുകൾക്ക് വളരെ പെട്ടെന്ന് ഓടിച്ചെല്ലാവുന്ന ഇടങ്ങളിലൊക്കെയും അവൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു എന്നുള്ളതാണ് സുവിശേഷം സാക്ഷിക്കുന്നത്. ഏതെങ്കിലും ദന്തഗോപുരങ്ങൾ സ്ഥാപിച്ച് അതിനുള്ളിൽ ഇരിക്കുന്ന ക്രിസ്തുവിനെ അല്ല സുവിശേഷം നമ്മുടെ മുമ്പിൽ വരച്ച് കാണിക്കുന്നത്. അരികിലാണ്, ആർക്കും ചെല്ലുവാൻ തക്ക സമീപത്ത് അവൻ സ്ഥിതി ചെയ്യുന്നു. പുതിയ നിയമത്തിൽ കാണുന്നത് മുഴുവനും മനുഷ്യരോട് കൂടെ നടക്കുന്ന ദൈവത്തെയാണ്. ആരാധനയിലേക്ക് വരുമ്പോഴും കൂടെ നടക്കുന്ന ദൈവത്തെയാണ് നമ്മുടെ പിതാക്കന്മാർ വരച്ച് കാണിച്ച് തന്നിട്ടുള്ളത്. ചില പ്രാർത്ഥനകൾക്ക് മുകളിലൊക്കെ രഹസ്യ പ്രാർത്ഥന എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. രഹസ്യ പ്രാർത്ഥന
എത്ര അർത്ഥമുള്ള പദപ്രയോഗമാണ് രഹസ്യ പ്രാർത്ഥന. ആരോടാണ് രഹസ്യം പറയുവാൻ തക്കവണ്ണം സാധിക്കുന്നത്? വേറെ ആരോടുമല്ല, നമുക്ക് ഏറ്റവും അടുത്ത് സമീപസ്ഥനായി സ്ഥിതി ചെയ്യുന്ന ആളുകളുടെ കാതുകളിൽ മാത്രമേ നമുക്ക് രഹസ്യം പറയുവാൻ സാധിക്കുകയുള്ളൂ. യേശുക്രിസ്തു അതുകൊണ്ടാണല്ലോ ശിഷ്യന്മാരോട് ഞാൻ നിങ്ങളുടെ ചെവികളിൽ പറയുന്നത് നിങ്ങൾ പുരമുകളിൽ നിന്നുകൊണ്ട് ഘോഷിക്കുക. ചെവികളിൽ പറയുവാൻ തക്ക അരികിൽ അവനുണ്ട് എന്നുള്ളതാണ് ശിഷ്യന്മാർക്ക് കൊടുത്ത വലിയ വാഗ്ദാനവും ഉറപ്പും എന്ന് പറയുന്നത്. പിതാക്കന്മാർ അതുകൊണ്ടാണ് രഹസ്യ പ്രാർത്ഥന എന്ന് എഴുതിയപ്പോൾ ആഴമായ അതിൻ്റെ അർത്ഥം നമുക്ക് രഹസ്യം പറയുവാൻ തക്ക സമീപത്ത് അവൻ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതാണ്. നാമാണ് അവനെ അകലെയാക്കി പ്രതിഷ്ഠിച്ചു വെച്ചിരിക്കുന്നത്. ഓരോ ആരാധനയും നോക്കുക, കാർമ്മികനാകുന്ന പുരോഹിതൻ പരിശുദ്ധാത്മാവ് ആവസിച്ച് ഈ അപ്പത്തെ തിരുശരീരമാക്കി തീർക്കട്ടെ, ഈ കാസായിലെ കലർപ്പിനെ തിരുരക്തമാക്കി തീർക്കട്ടെ എന്ന് പറയുമ്പോൾ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നവൻ ആരാധക സമൂഹമായി നാം നിലകൊള്ളുന്ന ദേവാലയത്തിനുള്ളിലേക്ക് സ്വയം ചുരുങ്ങുന്നു. അവിടെ സമർപ്പിതമായിരിക്കുന്ന അപ്പത്തിലേക്ക് ചുരുങ്ങുന്നു, സമർപ്പിതമായിരിക്കുന്ന വീഞ്ഞിലേക്ക് ചുരുങ്ങുന്നു. അത് ഭക്ഷിക്കുമ്പോൾ അവൻ നമ്മുടെ അധരങ്ങളിൽ, അത് പാനം ചെയ്യുമ്പോൾ അവൻ നമ്മുടെ ശരീരങ്ങളിൽ വസിക്കുന്നു. അതുകൊണ്ടാണ് സച്ചിദാനന്ദനൊക്കെ കവിത എഴുതിയപ്പോൾ എഴുതി വെച്ചത്, ഒരു ചെറുകാറ്റിൽ പറക്കുമീ ഗോതമ്പപ്പത്തിൽ വൻ കൊടുങ്കാറ്റുകൾ ഒടുക്കിയവനിരിപ്പൂ. ഒരു ചെറുകാറ്റിൽ പറക്കുമീ ഗോതമ്പപ്പത്തിൽ വൻ കൊടുങ്കാറ്റുകൾ ഒടുക്കിയവനിരിപ്പൂ. ഫാനെന്ന് നേരെ വെച്ചാൽ പറന്നു പോകുന്ന നാം സമർപ്പിച്ചിരിക്കുന്ന ഈ അപ്പത്തിലും അതിനോടൊപ്പം തന്നെ കാസായിലെ കലർപ്പിനും ഇതാ നമ്മുടെ ദൈവം ശരീരിയായി തീർന്നു വസിക്കുന്നു. ഇത് ഭക്ഷിക്കുമ്പോൾ അധരങ്ങളിൽ, പാനം ചെയ്യുമ്പോൾ ശരീരങ്ങളിൽ, ജീവിതത്തിൽ അവൻ വ്യാപരിക്കുന്നു. വെളിപാട് പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ നാം വായിക്കുന്ന, മനപ്പാഠമായി പഠിച്ചിരിക്കുന്ന ഒരു വാക്യമുണ്ടല്ലോ, ഞാൻ വാതിൽക്കൽ നിന്നുകൊണ്ട് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടി അത്താഴം കഴിക്കും. അത്ര അർത്ഥപൂർണമായ ഒരു വാക്യമാണത്. ഞാൻ വാതിൽക്കൽ നിന്നുകൊണ്ട് മുട്ടുന്നു. അനുദിന ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെതാകുന്ന ഈ വിളി ശ്രവിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കും. വെറുതെ നെഞ്ചിൽ കൈവച്ചം നോക്കിയാൽ മതി. ഇവിടെ ചെറിയൊരു ഇടിപ്പ് അനുഭവപ്പെടുന്നുണ്ട്. അത് നമ്മുടെ ഹൃദയവാതിലിൽ ഹൃദയേശ്വരനാകുന്ന ക്രിസ്തു മുട്ടുന്നതാണ്. നമ്മുടെ ഹൃദയവാതിലിൽ വിളിക്കുകയാണ്. ഹൃദയവാതിൽ അവനെ അന്വേഷിക്കുവാൻ തക്കവണ്ണം തുറന്നു കൊടുക്കുവാൻ നമുക്കായാൽ അവൻ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് നമുക്ക് എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും നൽകുവാൻ തക്കവണ്ണം അതിഥിയായി, ആതിഥേയനായി നമ്മുടെ ജീവിതത്തോട് അവൻ ചേർന്ന് നിൽക്കും എന്നുള്ളതാണ് വിശുദ്ധ വേദപുസ്തകം നമുക്ക് തരുന്ന വലിയ ഉറപ്പ് എന്ന് പറയുന്നത്. എല്ലായിടങ്ങളിലും കൂടെയുള്ള ദൈവത്തെ തന്നെയാണ് നാം കാണുന്നത്. അവനെ അന്വേഷിക്കുവാൻ തക്കവണ്ണമുള്ള സാവകാശം ഉണ്ടായാൽ മാത്രം മതി. അത്യന്തം ദൂഷിതമായ ഒരു കാലഘട്ടത്തിൽ ജീവിച്ച ഒരു ചെറുബാലൻ, ഇസ്രായേലിൻ്റെ ഭരണസാരഥ്യത്തിലേക്കൊക്കെ വിളിക്കപ്പെട്ട ഈ മനുഷ്യൻ ഒരു മാതൃകയും തൻ്റെ മുമ്പിൽ ഇല്ലാതിരുന്നിട്ടും 14 രാജാക്കന്മാരുടെ മുമ്പിൽ ജീവിച്ചിരുന്ന ദാവീദിനെയും, ദാവീദ് ആരെ ആശ്രയം വെച്ചുവോ ആ യഹോവയാകുന്ന ദൈവത്തെയും അന്വേഷിക്കുകയും അതിൻ്റെ പിന്നാലെ തൻ്റെ ജീവിതത്തെ ക്രമീകരിക്കുകയും അതിനനുസരിച്ച് ജനത്തെ പ്രബോധിപ്പിച്ച് ധാർമ്മികതയിൽ വളർത്തുവാൻ തക്കവണ്ണം ശ്രദ്ധിക്കുകയും ചെയ്തു. നമ്മുടെ ജീവിതത്തിന് പാഠമായി ഭവിക്കേണ്ടത് തന്നെയാണ്. അവനെ അന്വേഷിക്കുവാൻ തക്കവണ്ണമുള്ള തീവ്രതയാണ് നമുക്കുണ്ടാകേണ്ടത്. നിർഭാഗ്യവശാൽ ഈ തീവ്രതയ്ക്ക് മന്ദീഭാവം ഉണ്ടായിത്തീരുകയും അവനെ അന്വേഷിക്കുന്നത് പോയിട്ട് ചിലയിടങ്ങളിലെങ്കിലും ദൈവവിചാരം തന്നെ നഷ്ടമായി പോവുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നമ്മുടെ ഇവിടെ ആക്കി വച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം മറന്നു പോകരുത്. 27-ാമത്തെ സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തുന്നു, എൻ്റെ മുഖം അന്വേഷിപ്പീൻ. ബാക്കിയുള്ളതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2ഉം 3ഉം സ്ഥാനത്തൊക്കെ ഗണിക്കാവുന്നത് തന്നെയാണ്. രണ്ടാമതായി, എന്തുകൊണ്ടാണ് ഈ യുവരാജാവ് യഹോവയുടെ വായിൽ നിന്ന് സമാശ്വാസകരമാകുന്ന ശബ്ദം കേൾക്കുവാൻ തക്കവണ്ണം ഇടയായത്? അതിൻ്റെ കാരണം
യഹോവയാകുന്ന ദൈവം ഈ മനുഷ്യനോട് ആശ്വാസ വാക്ക് അരുളിയതിൻ്റെ കാരണം അവൻ്റെ ശ്രേഷ്ഠമാകുന്ന ജീവിതത്തിലെ ചില ആത്മീക മൂല്യങ്ങൾ കണ്ടിട്ടാണ്. ശ്രേഷ്ഠമാകുന്ന അവൻ്റെ ജീവിതത്തിലെ ചില ആത്മീക മൂല്യങ്ങൾ കണ്ടിട്ട് തന്നെയാണ്. ദ 3 ഗ്രേറ്റ് വെർച്യൂസ് എന്ന് നമുക്കതിനെ വിളിക്കാം. 3 സവിശേഷപരമാകുന്ന ഗുണങ്ങൾ അവനിൽ, മൂല്യങ്ങൾ അവനിൽ നിറഞ്ഞു നിന്നിരുന്നു. ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ദിനവൃത്താന്തം 2-ാമത്തെ പുസ്തകം 34-ാം അധ്യായം 27 മുതലുള്ള വാക്യങ്ങളിലാണ്. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണല്ലോ: ഈ സ്ഥലത്തിനും നിവാസികൾക്കും എതിരായുള്ള ദൈവത്തിൻ്റെ വചനങ്ങൾ നീ കേട്ടപ്പോൾ നിന്റെ ഹൃദയം അലിഞ്ഞു. നീ അവൻ്റെ മുമ്പാകെ സ്വയം വിനയപ്പെടുത്തുകയും എൻ്റെ മുൻപാകെ നിന്നെ തന്നെ താഴ്ത്തി നിന്റെ വസ്ത്രം കീറി എൻ്റെ മുമ്പാകെ നീ കരയുകയും ചെയ്തതുകൊണ്ട് ഞാൻ നിന്റെ അപേക്ഷ കേട്ടിരിക്കുന്നു. യഹോവയാകുന്ന ദൈവത്തിൻ്റെ ഒരു പ്രസ്താവനയാണിത്, ഒരു അരുളപ്പാടാണിത്. ഇതിനകത്ത് ഈ മനുഷ്യൻ ജീവിതത്തിൽ പാലിച്ചിരുന്ന 3 സവിശേഷമാകുന്ന മൂല്യങ്ങളെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. ഒന്നാമതായി ഇദ്ദേഹത്തിൽ വിളങ്ങി നിന്ന മൂല്യം എന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെ ആർദ്രതയാണ്. നീ നിന്റെ ഹൃദയം അലിവുള്ളതാക്കി. ഹൃദയത്തിൻ്റെ അലിവും ആർദ്രതയും ഈ മനുഷ്യനിൽ ഉണ്ടായിരുന്നു. ഹൃദയമാകുന്ന നിലത്ത് ഇത്തിരി കരുണ കെടാതെ സൂക്ഷിക്കുക എന്നുള്ളത് ദൈവം എല്ലാ മനുഷ്യരിൽ നിന്നും ആഗ്രഹിക്കുന്നത് തന്നെയാണ്. ഹൃദയമാകുന്ന നിലത്ത് അല്പമെങ്കിലും കരുണ കെടാതെ സൂക്ഷിക്കുവാൻ തക്കവണ്ണം ആവുക എന്നുള്ളത്. നമ്മുടെ ഹൃദയം അലിവുള്ളതാണോ എന്നറിയുവാൻ തക്കവണ്ണം ഒരു എളുപ്പ വഴിയുണ്ട്. വേറെ യാതൊന്നും അല്ല. ചിലരുടെ പ്രയാസങ്ങൾ കാണുമ്പോൾ, ബുദ്ധിമുട്ടുകൾ കാണുമ്പോൾ, സങ്കടങ്ങൾ കാണുമ്പോൾ, രോഗാതുരമാകുന്ന അനുഭവങ്ങൾ കാണുമ്പോൾ നമ്മുടെ മിഴിയിൽ എവിടെയെങ്കിലും ഒരിടത്ത് ഒരു ചെറിയ നനവ് പടരുന്നുണ്ടെങ്കിൽ, നമ്മുടെ ഹൃദയത്തിൽ എവിടെയെങ്കിലും ചെറുതായൊരു നോവ് പെരുകുന്നുണ്ടെങ്കിൽ ചിന്തിച്ചു കൊള്ളണം, അല്പമൊക്കെ അലിവും ആർദ്രതയുമൊക്കെ നമ്മിൽ രൂപപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ചിലരുടെ പ്രയാസങ്ങളും വേദനകളും കാണുമ്പോൾ, സങ്കടങ്ങൾ കാണുമ്പോൾ, സഹജീവിയുടെ ബുദ്ധിമുട്ടുകൾ കാണുമ്പോൾ, സഹോദരൻ്റെ പ്രയാസങ്ങൾ കാണുമ്പോൾ, നമ്മെപ്പറ്റി ഏറെ അപഹസിച്ചവരുടെ തകർച്ചകൾ കാണുമ്പോൾ അവർക്ക് ഇതല്ല, ഇതിലും കൂടി അല്പം കൂടി വരണമായിരുന്നു എന്നൊരു ചിന്ത എവിടെയെങ്കിലും മനസ്സിൻ്റെ കോണിൽ രൂപപ്പെടുന്നുവെങ്കിൽ ചിന്തിച്ചു കൊള്ളണം, ഹൃദയത്തിൻ്റെ ആർദ്രത നഷ്ടമായി കല്ലാണി നെഞ്ചിലെന്ന് പറയുന്ന അനുഭവത്തിലേക്ക് നാം ഇങ്ങനെ അനുദിനം വളർന്നുകൊണ്ട് ഇരിക്കുകയാണ്. ഹൃദയമാകുന്ന നിലത്ത് ദൈവം സ്ഥാപിച്ചു വെച്ച അല്പം അലിവും കരുണയും ഒക്കെ കെടാതെ സൂക്ഷിക്കുവാൻ തക്കവണ്ണം നമുക്ക് ഇടയാകണം. ഹൃദയത്തിൻ്റെ ആർദ്രത നഷ്ടപ്പെടുന്ന ഇടങ്ങളെല്ലാം മരുഭൂമിയായി പോകും. അത് വ്യക്തി ജീവിതങ്ങളാണെങ്കിലും സമൂഹ ജീവിതമാണെങ്കിലും കുടുംബജീവിതമാണെങ്കിലും എവിടെയൊക്കെയാണ് അലിവ് നഷ്ടമാകുന്ന പ്രവർത്തനങ്ങൾ ഉള്ളത് അവിടെയെല്ലാം മരുഭൂമി സമാനമായി തീരും. സെൻ ബുദ്ധ പാരമ്പര്യത്തിൽ ഒരു കഥയുണ്ട്. അതിങ്ങനെയാണ്: ഒരാശ്രമം, ആ ആശ്രമത്തിൽ ആകെ 2 സന്യാസിമാർ മാത്രമേ ഉള്ളൂ. ഉള്ളതിൽ ഇളയ സന്യാസിക്ക് 80 വയസ്സായി. എന്ന് പറഞ്ഞാൽ ഈ ആശ്രമത്തിലേക്ക് പുതുതായി ഒരാൾ കടന്നു വന്നിട്ട് 80 വർഷമായി എന്ന് ചുരുക്കം. ഈ 2 സന്യാസിമാർ അവരുടെ ജീവിതം മാത്രം ഇങ്ങനെ ശ്രദ്ധിച്ച് നടന്നു നീങ്ങുകയാണ്. കരുണയില്ല, പരസ്പരം സംഭാഷണങ്ങളില്ല, പരസ്പരമുള്ള അന്നം വിളമ്പലുകളില്ല, കുശലം പറച്ചിലുകളില്ല, ഒരുമിച്ചുള്ള ആരാധനയില്ല. അവരിങ്ങനെ അങ്ങ് നടന്ന് നീങ്ങിപ്പോവുകയാണ്. അവരിൽ ഒരാൾ രോഗാതുരനായപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വലിയ പ്രയാസം. അദ്ദേഹം സഹസന്യാസിയോട് പറഞ്ഞു, നാം ഇങ്ങനെ പോയാൽ നമ്മെ തുടർന്ന് നോക്കുവാൻ തക്കവണ്ണം പോലും ഈ ആശ്രമത്തിൽ പുതുതായി ഒരാൾ ചേരണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് നമുക്ക് തൊട്ടടുത്തുള്ള ദിവ്യൻ്റെ അരികിൽ പോയി ചോദിക്കാം, ഈ സന്യാസാശ്രമം പുനരുജ്ജീവിപ്പിക്കുവാൻ തക്കവണ്ണം എന്താണ് ചെയ്യേണ്ടത്? തൊട്ടടുത്തുള്ള ദിവ്യൻ്റെ അടുക്കൽ ചെന്ന് ചോദിക്കാൻ. തൊട്ടടുത്തുള്ള ദിവ്യൻ്റെ അരികിലേക്ക് ഈ 2 സന്യാസിമാരും ചെന്നു. അവരുടെ പർണശാല വിട്ട് ഒരുമിച്ചുള്ള
യാത്ര തന്നെ ഇത് ആദ്യമാണ്. അവർ രണ്ടുപേരും ഈ ദിവ്യൻ്റെ അരികിൽ ചെന്നിട്ട് ഈ വൃത്താന്തങ്ങളെല്ലാം ഉണർത്തിച്ചു. ഉടനെ ആ ദിവ്യൻ അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളോടൊരു രഹസ്യം പറയാം. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ ബുദ്ധൻ്റെ പുനരവതാരമാണ്. നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ ബുദ്ധൻ്റെ പുനരവതാരമാണ്. രണ്ടുപേരും മിന്നലേറ്റതുപോലെ നിന്നു. കാര്യം, തങ്ങൾ ആരുടെ പദത്തിൽ ഇങ്ങനെ മാതൃകയായി സ്വീകരിച്ച് ജീവിക്കുന്നുവോ ആ മനുഷ്യനിൽ ഒരാൾ ഇതാ ഞങ്ങൾ തന്നെ രൂപപ്പെട്ടു വരികയാണ് എന്നുള്ള ചിന്ത അവരെ ഒരേ സമയം ഏറെ സന്തോഷമുള്ളതാക്കി തീർത്തു. അവർ തിരികെ ആശ്രമത്തിലേക്ക് പോയി. അതിനുശേഷം തങ്ങളുടെ ഗുരുവായ ബുദ്ധൻ പറഞ്ഞത് പ്രവർത്തിക്കുവാനും അവരുടെ ഇടപെടലുകളിൽ ചേലുള്ള നടപടികൾ രൂപപ്പെടുത്തുവാനും സംഭാഷണങ്ങൾ നടത്തുവാനും പരസ്പരം അന്നം വിളമ്പുവാനും ഭാരങ്ങൾ പങ്കുവെക്കുവാനും ഒരുമിച്ച് യാത്ര പോകുവാനും ആരാധിക്കുവാനും ഒക്കെ തുടങ്ങി. ഇത് കണ്ടപ്പോൾ പരിസരം തന്നെ വ്യത്യാസപ്പെട്ടു. നിരവധി ആളുകൾ പർണശാലയിലേക്ക് ഒഴുകുകയാണ്. ഈ രണ്ട് സന്യാസിമാരുടെ സ്നേഹവും ആർദ്രതയും വികസിതമാകുന്നത് കണ്ടിട്ട്. ഇത് സെൻ ബുദ്ധ പാരമ്പര്യത്തിലെ ഒരു കഥയായി തോന്നാമെങ്കിലും നമ്മുടെയൊക്കെ ജീവിത പരിസരങ്ങളിൽ സ്വീകരിക്കേണ്ട നിലപാടാണ്. ചിലയിടങ്ങളിലൊക്കെ കരുണ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ചിലയിടങ്ങളിലൊക്കെ അത് ഭവനമാകാം, കുടുംബമാകാം, ഇടവക ജീവിതമാകാം, നാം ഒക്കെ ആയിരിക്കുന്ന ഇടങ്ങളാകാം, ആർദ്രത നഷ്ടമായി പോകുന്നുണ്ട്. പരസ്പരമുള്ള സ്നേഹ സംഭാഷണങ്ങൾ നഷ്ടമായി പോകുന്നുണ്ട്. അവിടെ പുനരുജ്ജീവനം ഉണ്ടാകേണ്ടത് ഏറെയേറെ അനിവാര്യമാണ്. പുനരുജ്ജീവനം ഉണ്ടാകുന്നത് സംഭാഷണങ്ങളിൽ കൂടിയാണ്. സംഭാഷണങ്ങൾ അവസാനിക്കുന്നിടത്ത് സ്നേഹം മൃതമായി പോകും. സംഭാഷണങ്ങളാണ് രൂപപ്പെടേണ്ടത്. ഇന്ന് ഭവനത്തിൽ ചെന്നതിന് ശേഷം ചെയ്യേണ്ടതാകുന്ന ഒരു കാര്യം പറഞ്ഞു വിടുകയാണ്. ഒരു ഷീറ്റ് പേപ്പർ എടുക്കണം. അതിനുശേഷം ഇന്ന് രാവിലെ മുതൽ രാത്രിയോളം വീട്ടിൽ ഭാര്യയും ഭർത്താവും അതിനോടൊപ്പം തന്നെ മക്കളും മാതാപിതാക്കളും തമ്മിലൊക്കെ സംഭാഷണം നടത്തിയ സംഭാഷണങ്ങൾ ഒരു പേപ്പറിലൊന്ന് കുറിച്ചു വെക്കുവാൻ തക്കവണ്ണം തുനിഞ്ഞേ. 50 വാക്കിൽ താഴെയാണ് നമ്മുടെ ഭവനങ്ങളിലെ സംഭാഷണങ്ങൾ. നമ്മുടെ കുഞ്ഞുങ്ങൾ ചോറ് വേണം, വെള്ളം വേണം, ട്യൂഷൻ ഫീസ് വേണം, ഇതൊന്നുമല്ലാതെ വേറെ എന്ത് സംഭാഷണങ്ങളാണ് മാതാപിതാക്കളോട് നടത്തുന്നത്? ഭാര്യയും ഭർത്താവും ഇടയ്ക്കിടയ്ക്കുണ്ടാകുന്ന അസ്വാരസ്യങ്ങൾ നിമിത്തമുള്ള സംഭാഷണങ്ങളല്ലാതെ ക്രിയാത്മകമായി എന്ത് സ്നേഹ സംഭാഷണങ്ങളാണ് നടത്തുന്നത്? വീട്ടിൽ 3 ടേബിളുകൾ ഉണ്ടാകുവാൻ തക്കവണ്ണം ശ്രദ്ധിക്കണം. ഒന്ന് ഡൈനിങ് ടേബിളാണ്, വീട്ടിലുണ്ട്, പക്ഷേ എപ്പോഴാണ് ഒരുമിച്ചിരുന്നുള്ള ഭക്ഷണം. രണ്ടാമതായി ഉണ്ടാകുന്ന ഡിസ്കഷൻ ടേബിളാണ്. സംഭാഷണം നടത്തുവാൻ തക്കവണ്ണമുള്ള ഒരിടം ഉണ്ടാകണം. പഴയ കാലത്ത് പവർ കട്ട് ഉണ്ടായിരുന്നപ്പോൾ അതിനുള്ള സാധ്യതയുണ്ടായിരുന്നു. ഇൻവേർട്ടർ വന്നു, പവർ കട്ടില്ല, നമുക്ക് ഒരുമിച്ചിരിക്കുവാനുള്ള സാധ്യത അടച്ചു കളഞ്ഞു. മൂന്നാമതായി ഉണ്ടാകേണ്ട ഡിവൈൻ ടേബിളാണ്. ഒരുമിച്ചിരുന്ന് ആരാധിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു സാവകാശവും സന്നദ്ധതയും ഇടവും ഒക്കെ ഉണ്ടാകണം. ഈ പൊതു ഇടങ്ങൾ ഭവനങ്ങളിലില്ലാതെ പോകുന്നു എന്നുള്ളതാണ് ഭവനങ്ങൾ ചിലയിടങ്ങളിലെങ്കിലും മരുഭൂമിയായി പോകുവാൻ തക്കവണ്ണം കാരണം. ആർദ്രതയുള്ള സംഭാഷണങ്ങൾ നമ്മളുടെ നാവിൽ നിന്നുണ്ടാകണം. കള്ളിമുള്ളിച്ചെടി പോലും എപ്പോഴെങ്കിലും അതിൻ്റെ ജീവിത പന്താവിൽ പൂക്കും. എന്നിട്ടും പൂക്കാത്ത മനുഷ്യരുണ്ട്. ഇതാണ് ഈ കാലത്തിൻ്റെ കുഴപ്പം. കള്ളിമുള്ളിച്ചെടി പോലും നമുക്ക് വീടിന് കണ്ണ് കിട്ടാതിരിക്കുവാനൊക്കെ നമ്മളിങ്ങനെ വളർത്തിക്കൊണ്ട് വരുന്നതാണ്. അത് ജീവിതത്തിൽ അതിൻ്റെ ജീവിത പന്താവിൽ എപ്പോഴെങ്കിലും ഒരിക്കൽ അത് പൂക്കും. പക്ഷേ എന്നിട്ടും പൂക്കാത്ത മനുഷ്യരുണ്ട്. നല്ലത് കണ്ടാൽ നല്ലതാണെന്ന് പറയുവാൻ തക്കവണ്ണം നാവ് പൊങ്ങാറില്ല. യേശുക്രിസ്തുവിനെ നോക്കുക. എത്ര ഹൃദയാർദ്രതയോടെയാണ് ക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചത്. എന്തുമാത്രം ഉദാഹരണങ്ങൾ അതിനെ സാധൂകരിക്കുവാൻ തക്കവണ്ണം ഉണ്ട് എന്നറിയാമോ? ഒരു വിധവയാകുന്ന സ്ത്രീ ഒരു ചെമ്പ് തൊട്ട് ദേവാലയത്തിലെ ഭണ്ഡാരത്തിലിട്ടു. മനുഷ്യരൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു ചെമ്പ് തൊട്ടാണ് അവൾക്കാകെ സമർപ്പിക്കുവാനുള്ളത്. അവിടെ പരീശന്മാരും സാധുക്യരും കർത്താവിൻ്റെ ശിഷ്യന്മാരും ഒക്കെ നിലകൊള്ളുന്നുണ്ട്. വേണമെങ്കിൽ അവിടെ ഇരിക്കുന്ന മനുഷ്യരെല്ലാം അവളെ പരിഹസിക്കാം. അവൾ സമർപ്പിച്ച കാഴ്ചദ്രവ്യത്തിൻ്റെ കുറവ് ഇത്രമേൽ വലുതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവളെ പരിഹസിക്കാം. പക്ഷേ അതിനിട കൊടുക്കാതെ ക്രിസ്തു ആ സാഹചര്യത്തെ കൈകാര്യം ചെയ്ത രീതി സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ട്. യേശുക്രിസ്തു പറയുകയാണ്, അവൾ തൻ്റെ സമ്പാദ്യം മുഴുവനാകുന്നു അവിടെ അർപ്പിച്ചത്. ജീവനും ജീവിതവും എല്ലാം ആ ഇട്ട ചെമ്പുതുട്ടിലുണ്ട്. എത്ര ഹൃദയാർദ്രതയുടെ സംഭാഷണമാണ്.
അതിനുശേഷം നാം കാണുന്നു, പോകുന്ന യാത്രാമധ്യേ ഒരു മനുഷ്യൻ അത്തിമരത്തിന് മുകളിൽ കയറിയിരിക്കുകയാണ്. ആ മനുഷ്യനെ പറ്റി ജനതയ്ക്ക് നല്ലത് പറയുവാനൊന്നുമില്ല. പിടിച്ചുപറിക്കാരൻ എന്ന് പറയുന്ന, കൊള്ളലാഭമുണ്ടാക്കുന്നവൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് അത്തിമരത്തിന് മുകളിൽ കയറിയിരിക്കുന്നത്, സക്കായി. യേശുക്രിസ്തു ആ സാഹചര്യത്തെയും എത്ര ഹൃദയാർദ്രതയോടെയാണ് നേരിട്ടത്. ജനങ്ങൾക്ക് പരിഹാസപാത്രമാകുവാൻ തക്കവണ്ണം വിട്ടുകൊടുക്കാതെ ഹൃദയാർദ്രതയോടെ ക്രിസ്തു പറയുകയാണ്, നീ ഇറങ്ങി വരിക, ഇന്ന് എനിക്ക് നിന്റെ ഭവനത്തിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. നിന്റെ ഭവനം രക്ഷയുടെ ഭവനമാണ്. അത്ര ഹൃദയാർദ്രതയോടെയാണ് ക്രിസ്തുവിൻ്റെ സംഭാഷണങ്ങൾ. ഒരു സ്ത്രീ വിലപ്പെട്ട തൈലം ഒരു വെങ്കൽ ഭരണി മുഴുവനും നിറച്ച് കർത്താവിൻ്റെ പാദാന്തികത്തിൽ ഉടയ്ക്കുവാൻ തക്കവണ്ണം ചെല്ലുകയാണ്. ശിഷ്യന്മാരൊക്കെ മാറി നിന്ന് പരാതി പറയുന്നുണ്ട്, എന്തിനാണ് ഈ ചിലവ്, എന്തിനാണ് ഈ ധൂർത്ത് എന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ട്. പക്ഷേ ക്രിസ്തു എത്ര ഹൃദയാർദ്രതയോടെയാണ് അവളോട് ഇടപെട്ടത്. യേശു ക്രിസ്തു പറയുകയാണ്, അവൾ എൻ്റെ മൃതസംസ്കാരത്തിന് വേണ്ടി ചെയ്യുന്നതാകുന്നു ഇത്. അവളെ അസഹ്യപ്പെടുത്തുന്നത് എന്തിനാണ്? നല്ല സംഭാഷണങ്ങൾ ഉണ്ടാകണം. എന്തുകൊണ്ടാണ് യേശു ക്രിസ്തുവിനോട് കൂടെ ഒരു വലിയ ജനത ചേർന്ന് നിന്നത്? സുവിശേഷം അതിൻ്റെ ഉത്തരം സാക്ഷിക്കുന്നുണ്ട്. ഇങ്ങനെയാണ്, അവൻ്റെ വായിൽ നിന്ന് വന്ന ലാവണ്യ വാക്കുകളിൽ അനേകർ വിസ്മയിച്ചു. വായിൽ നിന്ന് ഉതിർന്നത് മുഴുവനും ലാവണ്യമുള്ള വാക്കുകളായിരുന്നു. നല്ലത് കാണുമ്പോൾ നല്ലതാണെന്ന് പറയുവാൻ തക്കവണ്ണമുള്ള വിവേകവും സാവകാശവും നല്ല ഭാഷണവുമൊക്കെ നമുക്കുണ്ടാകേണ്ടത് ഏറെയേറെ അനിവാര്യം തന്നെയാണ്. ഭാഷയ്ക്ക് ഭംഗിയുള്ളതായി തീരണം. ഭാഷയ്ക്ക് ഭംഗിയുള്ള ഭാഷ ജീവിതത്തിൽ അനുവർത്തിക്കുവാൻ തക്കവണ്ണം സാധിക്കുമ്പോൾ ബന്ധങ്ങളൊക്കെ സുദൃഢം ആയിക്കൊള്ളും. ഈ മനുഷ്യൻ ഹൃദയത്തിന് അലിവുള്ളവനാണ്. അതുകൊണ്ട് യഹോവയാകുന്ന ദൈവം ഈ മനുഷ്യനെ മാനിക്കുന്നു. രണ്ടാമതായി അതിനോട് ചേർന്ന് തന്നെ പറയുകയാണ്, രണ്ടാമത്തെ അവൻ്റെ ഗുണമായി യഹോവയാകുന്ന ദൈവം കാണുന്നത് വിനയമാണ്. നീ എൻ്റെ മുൻപാകെ നിന്നെ തന്നെ താഴ്ത്തി. യഹോവയാകുന്ന ദൈവം പറയുകയാണ് ഈ രാജാവിനോട്, നീ നിന്നെ തന്നെ എൻ്റെ മുൻപാകെ താഴ്ത്തി. ദൈവം മനുഷ്യരിൽ നിന്ന് ആഗ്രഹിക്കുന്ന രണ്ടാമത്തെ ഗുണം ഇത് തന്നെയാണ്, മൂല്യം ഇത് തന്നെയാണ്, വിനയമുള്ളവരാവുക. ചില മനുഷ്യരുടെയൊക്കെ ശരീരഭാഷ ശ്രദ്ധിച്ചു നോക്കിയിട്ടില്ലേ? എത്ര അരോചകമാണ് ചില മനുഷ്യരുടെ ഇടപെടലുകൾ, ചിലരുടെ സംഭാഷണങ്ങൾ, ചിലരുടെ നോട്ടങ്ങൾ. ഇവയൊക്കെ നമ്മെ വല്ലാതെ അസഹ്യപ്പെടുത്തുക തന്നെ ചെയ്യും. വിനയമില്ലാത്ത പെരുമാറ്റങ്ങൾ വല്ലാതെ മനുഷ്യരുടെ ഇടയിൽ പെരുകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. വാക്കുകൊണ്ടുള്ള മുറിവിനേക്കാൾ കൂടുതലായി ഇടപെടലുകൾ സൃഷ്ടിക്കുന്ന മുറിവുകൾ വളരെ വളരെ വലുതാണ്. ചില മനുഷ്യരൊക്കെ ഇടപെടുമ്പോൾ വല്ലാതെ നമ്മെ അത് മുറിവേൽപ്പിക്കുന്നുണ്ട്. സന്യാസ പിതാവായ അന്തോണിയോസിൻ്റെ അരികിൽ പിശാച് വന്ന് അന്തോണിയോസിനോട് സംഭാഷണം നടത്തുന്നത് മരുഭൂമിയിലെ പിതാക്കന്മാരുടെ ചൊല്ലുകൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്തോണിയോസിനോട് പിശാച് പറയുകയാണ്, അന്തോണിയോസെ, നീ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും മറികടന്ന് പ്രവർത്തിക്കുവാൻ എനിക്ക് സാധിക്കും. നീ 40 ദിവസം ഉപവസിക്കുന്നു, ഞാൻ 50 ദിവസം ഉപവസിക്കാം. നീ രോഗികളെ സൗഖ്യമാക്കുന്നു, ഞാൻ അതിലും ഉപരിയായ അത്ഭുതങ്ങൾ ചെയ്യാം. എല്ലാ കാര്യങ്ങളിലും നീ ചെയ്യുന്നതിനും മറികടന്ന് ഒരു പടി കൂടി കൂടുതലായുള്ളത് ചെയ്യുവാൻ എനിക്ക് സാധിക്കും. പക്ഷേ അന്തോണിയോസെ, ഒരു കാര്യത്തിൽ നീ എന്നെ നിത്യം പരാജയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അത് വേറെ ഒന്നുമല്ല, നിന്റെ വിനയമാണ്. നിന്റെ വിനയമാണ്. നിന്നാൽ അത്ഭുതങ്ങൾ ദിനംപ്രതി നടക്കപ്പെടുന്നു. നീ പോകുന്ന ഇടങ്ങളിലൊക്കെ അത്ഭുതങ്ങൾ ചെയ്യുന്നു. പക്ഷേ അവയെക്കുറിച്ച് നീ ഒരു വാക്കുപോലും ഉരിയാടാതെ മൗനിയായി നീ നടന്നു നീങ്ങുന്നു. തലയിൽ വെളിച്ചമുള്ളവരൊക്കെ ഇങ്ങനെയാണ്. ചെയ്യുന്ന അത്ഭുതങ്ങളും അവർ വഴിയായി ലഭിക്കുന്ന നന്മകളും ഒന്നും പരസ്യമാക്കാതെ, പരസ്യവൽക്കരിക്കപ്പെടാതെ അവരിങ്ങനെ അങ്ങ് നടന്നു നീങ്ങി പോവുക മാത്രം ചെയ്യും. പട്ടിക നിരത്തി സൂക്ഷിക്കുന്നതൊന്നും അവരുടെ ജോലിയിൽ ഉൾപ്പെട്ടതല്ല. യേശുക്രിസ്തുവും ഇതിനെ അത്ര കണ്ട് പ്രോത്സാഹിപ്പിച്ചില്ല എന്നുള്ളതാണ് സത്യം. വലത്തുഭാഗത്തുള്ളവരോട് യേശുക്രിസ്തു പറയുന്ന, സ്വർഗരാജ്യത്തിന് അവകാശികളായ വലത്തുഭാഗത്തുള്ളവരോട് യേശുക്രിസ്തു പറഞ്ഞ കാര്യം വിശുദ്ധ മത്തായി സുവിശേഷകൻ രേഖപ്പെടുത്തുന്നുണ്ടല്ലോ. വിശുദ്ധ മത്തായി ശ്ലീഹ രേഖപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ എനിക്ക് കുടിക്കുവാൻ തന്നു. നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ധരിപ്പിച്ചു.
കാരാഗ്രഹത്തിലായിരുന്നു, നിങ്ങൾ എന്നെ വന്നു കണ്ടു എന്നൊക്കെ വലത്തുഭാഗത്തുള്ളവരോട് പറയുമ്പോൾ വലത്തുഭാഗത്തുള്ളവർ ക്രിസ്തുവിനോട് തിരിച്ചു പറഞ്ഞത്രേ. അവർ പറയുന്നത് ഇങ്ങനെയാണ്: എപ്പോഴാ കർത്താവേ നിന്നെ വിശക്കുന്നവനായി കണ്ടിട്ട് ഞങ്ങൾ നിനക്ക് ഭക്ഷണം തന്നത്? എപ്പോഴാ കർത്താവേ നിന്നെ ദാഹിക്കുന്നവനായി കണ്ടിട്ട് ഞങ്ങൾ നിനക്ക് കുടിക്കുവാൻ തന്നത്? എപ്പോഴാ കർത്താവേ നീ നഗ്നനാണെന്ന് കണ്ടിട്ട് ഞങ്ങൾ നിന്നെ ധരിപ്പിച്ചത്? എപ്പോഴാ കർത്താവേ നീ കാരാഗ്രഹത്തിലാണ് എന്ന് കണ്ടിട്ട് ഞങ്ങൾ നിന്നെ വന്ന് കണ്ടത്? വലത്തുഭാഗത്തുള്ളവർ ഇതെല്ലാം ചെയ്തതാണ്. പക്ഷേ പരസ്യവൽക്കരിക്കപ്പെടുവാനും ഓർമ്മയിൽ ഇത് സൂക്ഷിച്ചു വെച്ച് ഇതിൻ്റെ കണക്ക് നിരത്തി സ്വർഗരാജ്യം അവകാശിക്കുവാനും അവർ ആഗ്രഹിച്ചില്ല. അവർ ചെയ്തു, അവർ വിനയത്തോടെ നടന്നു നീങ്ങി. പക്ഷെ ദൈവം തൻ്റെ മെമ്മറിയിൽ ഇത് സൂക്ഷിച്ചു വെച്ചിരുന്നു. അതുകൊണ്ടാണ് ക്രിസ്തു അവരോട് പറഞ്ഞത്, നിങ്ങൾ ഇതെല്ലാം നിർവഹിച്ചിരിക്കുന്നു എന്നുള്ളത്. ആധ്യാത്മികതയും ആത്മീയതയും എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വളരെ പെട്ടെന്ന് കടന്നു വരുന്നത് നാം ചെയ്തതൊക്കെയാണ് ആത്മീയത എന്നാണ്. പോയ ആരാധനകൾ, നടത്തിയിട്ടുള്ള പ്രാർത്ഥനകൾ, ചെയ്തിട്ടുള്ള ദാനധർമ്മങ്ങൾ, ഇതെല്ലാം നമ്മുടെ ആത്മീയതയുടെ അളവുകോലായി, മാനദണ്ഡങ്ങളായി നാം നിശ്ചയിച്ചു വച്ചിരിക്കുകയാണ്. പക്ഷേ യേശുക്രിസ്തു അതിനെ അത്ര കണ്ട് പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് സുവിശേഷം സാക്ഷിക്കുന്നത് തന്നെ. നമുക്ക് വിനയപൂർവം ഇങ്ങനെ നടന്നു നീങ്ങുവാൻ തക്കവണ്ണം ആകേണ്ടതായിട്ട് ഉണ്ട്. വിശുദ്ധ മാലാഖമാരെ പറ്റി പുസ്തകം എഴുതിയ ആളാണല്ലോ അരയോപകാരനായ വിശുദ്ധനായ ദീവന്നാസിയോസ്. അദ്ദേഹം സെലസ്റ്റിയൽ ഹൈറാർക്കി എന്ന് പറയുന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിനകത്ത് മാലാഖമാരെ പറ്റി പറയുമ്പോൾ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: സ്വർഗസിംഹാസനത്തിന് ചുറ്റും രാവുകൾ നിൽക്കുവാൻ തക്കവണ്ണം ചുമതല ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരാണ് മാലാഖമാർ. അവർക്ക് എത്ര ചിറകുണ്ടെന്നാണ് ആരാധനയിൽ പറയുന്നത്? 6 ചിറകൾ. ശ്രാപ്പികളെ കണ്ടേശായ എന്നുള്ള പാട്ടിൽ ആരാധനയിൽ നാം ദിനംതോറും ചൊല്ലുന്നതാണ്. 6 ചിറകുകളുണ്ട്. പക്ഷെ ഈ 6 ചിറകും ഉയർത്തി അവർ പറക്കുകയല്ല. 6 ചിറകും ഉയർത്തി അവർ പറക്കുന്നതായി രേഖപ്പെടുത്തിയിട്ടില്ല. 2 കൊണ്ട് അവർ മുഖം മൂടുന്നു, 2 കൊണ്ട് അവർ പാദങ്ങൾ മൂടുന്നു. അതിനുശേഷം 2 ചിറകുകൾ ഉപയോഗിച്ച് മാത്രമാണ് അവർ പറക്കുന്നത്. അതെന്തുകൊണ്ടാണ് എന്ന് വിശുദ്ധനാകുന്ന ദീവന്നാസിയോസ് രേഖപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: അവർക്ക് ഭയമാണ്. ഒരുപക്ഷെ 6 ചിറകുകളും ഉയർത്തി പറന്നാൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ ആ പരിധിയുടെ അപ്പുറത്തേക്ക് ചിറകുകൾ ശീഘ്രമായി ചലിപ്പിച്ച് അവർക്ക് പറന്നുയരുവാൻ കഴിഞ്ഞേക്കാം. ആ ദൈവ സാന്നിധ്യത്തിൻ്റെ നിലകൊള്ളുന്ന മേഖലയ്ക്കും ഉപരിയായി അപ്പുറത്തേക്ക് പരിധി മറികടന്ന് പറക്കുവാൻ തക്കവണ്ണം അവർക്ക് ആഗ്രഹമില്ല. ചില മനുഷ്യരങ്ങനെ അല്ല. പരിധിക്കും അപ്പുറത്തേക്കും പറക്കണമെന്നുള്ളതാണ് നമ്മളുടെ ജീവിതം കൊണ്ട് പലപ്പോഴും ഏറിയ പങ്കാളുകളും ഇടയാക്കിക്കൊണ്ടിരിക്കുന്നത്. പരിധിക്കും അപ്പുറത്തേക്ക് പറക്കണം. സുറിയാനി പിതാക്കന്മാർ അതുകൊണ്ടാണ് പാപം എന്നുള്ളതിനെ നിർവചിച്ചിരിക്കുന്നത് ഒറ്റ വാക്കിലാണ്: ട്രസ്പാസിങ് ദ ലിമിറ്റ്. പരിധി മറികടക്കുന്നതാണ് പാപം. പരിധി മറികടക്കുന്നതാണ് പാപം. എല്ലായിടങ്ങളിലും പരിധിയുണ്ട്. പരസ്പരമുള്ള ബന്ധങ്ങളിൽ, സ്നേഹങ്ങളിൽ, ഇടപെടലുകളിൽ ഒക്കെ പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. ഈ പരിധി മറികടന്ന് എന്ത് പ്രവർത്തിക്കുന്നുവോ അതെല്ലാം പാപ സാഹചര്യത്തിലേക്ക് നമ്മെ വലിച്ചുകൊണ്ടും ഇഴച്ചുകൊണ്ടും പോകുന്നതാണ് എന്നുള്ളത് മറന്നു പോകരുത്. വിനയത്തോടെ ദൈവസന്നിധിയിൽ നിൽക്കുവാൻ തക്കവണ്ണം നമുക്കാകണം. യഹോവ പറയുകയാണ്: നീ നിന്നെ തന്നെ താഴ്ത്തി വിനയമുള്ളവനാക്കി, അതുകൊണ്ട് ഞാൻ നിന്റെ അപേക്ഷ കേട്ടിരിക്കുന്നു. സ്വർഗത്തോളം നമ്മുടെ പ്രാർത്ഥനകൾ ഉയർത്തപ്പെടണമോ? വിനയമുള്ളവരായാൽ മതി. ഏറിയതാകുന്ന സമ്പത്തിൻ്റെ വലിപ്പത്തിലും ജീവിത ചുറ്റുപാടിൻ്റെ വലിപ്പത്തിലും നിഗളിച്ചു പോകുവാനല്ല, ദൈവത്തിൻ്റെ കൃപയാണ് ഇതെല്ലാം എന്നുള്ള ചിന്തയിൽ വിനീതമായി ശിരസുകൾ താഴ്ത്തി നടന്നു നീങ്ങുവാൻ തക്കോണം നമുക്കാകണം. ഉയരങ്ങളിലേക്ക് ഇങ്ങനെ നോക്കി നടക്കുന്നത് മാത്രമല്ല, ഇടയ്ക്കൊക്കെ താഴേക്കും നോക്കുവാൻ തക്കോണം ആകണം. ചില മനുഷ്യരുടെയൊക്കെ ഭാവം കണ്ടാൽ നൂലെ കെട്ടി ഇന്നിൻ്റെ സൗഭാഗ്യങ്ങളിലേക്ക് ഇറക്കി വെച്ചിരിക്കുന്നത് പോലെയാണ്. നൂലെ കെട്ടി ഇറക്കി വെച്ചിരിക്കുന്നത് പോലെ അല്ലേ? നമ്മളുടെ ജീവിതത്തിന് ബലമായി അഭയമായി ഒക്കെ ചേർന്ന് നിന്ന നിരവധി ആളുകളുണ്ട്. അവരെയൊന്നും മറന്നുകൊണ്ടൊരു ജീവിതം യഥാർത്ഥത്തിൽ ഒരു ക്രൈസ്തവന് ഭൂഷണമല്ല എന്നുള്ളത് ഓർത്തുകൊള്ളണം. വിനയത്തോടെ നടന്നു നീങ്ങുവാൻ കൊണ്ട് ഇടയാകണം.
മൂന്നാമതായി ഈ മനുഷ്യൻ്റെ ജീവിത മൂല്യമായി യഹോവയാകുന്ന ദൈവം കാണുന്നത് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: നീ നിന്നെ തന്നെ താഴ്ത്തി, നീ എൻ്റെ മുമ്പാകെ വസ്ത്രം കീറി കരഞ്ഞു. അവൻ്റെ അനുതാപവും കണ്ണുനീരുമാണ് വിലപ്പെട്ട മൂല്യമായി യഹോവയാകുന്ന ദൈവം കാണുന്നത്. നീ നിന്നെ തന്നെ താഴ്ത്തി, നിന്റെ വസ്ത്രം കീറി. രാജാവിനെ പറ്റി പറയുകയാണ്, വസ്ത്രം കീറി നീ എൻ്റെ മുമ്പാകെ കരഞ്ഞു. കണ്ണുനീർ യഥാർത്ഥത്തിൽ ഒരനുഗ്രഹമാണ് ആത്മീയതയിൽ. ഭൗതിക ജീവിതം നോക്കുമ്പോൾ കണ്ണുനീരുണ്ടാകാതിരിക്കാൻ പ്രാർത്ഥിക്കുന്നവരാണ് നമ്മളെല്ലാവരും. കണ്ണുനീരും സങ്കടവും തരല്ലേ എന്നുള്ളതാണ് നമ്മുടെ അനുദിന ജീവിതത്തിലെ പ്രാർത്ഥനകളെല്ലാം. പക്ഷെ ആത്മീയതയിൽ കണ്ണുനീരിനെ പിതാക്കന്മാർ അനുഗ്രഹമായിട്ടാണ് കണ്ടത്. പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹം. കണ്ണുനീരിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ച പിതാക്കന്മാരുണ്ട്. നിനവയിലെ ഇസഹാക്ക് എന്ന് പറഞ്ഞൊരു പിതാവിൻ്റെ പ്രാർത്ഥന ഇങ്ങനെയാണ്: എൻ്റെ ദൈവമേ, എൻ്റെ സ്നേഹമേ, നിന്റെ രക്തം എൻ്റെ ഹൃദയത്തിലേക്ക് ഒഴുകട്ടെ. നീ അല്ലാതെ ആരാണ് എനിക്ക് കണ്ണുനീരിനെ നൽകുന്നത്? നീ അല്ലാതെ ആരാണ് എനിക്ക് കണ്ണുനീരിനെ നൽകുന്നത്? കണ്ണുനീര് പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹമായി കണ്ടവരാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, യേശുക്രിസ്തു പറഞ്ഞു ഗിരിപ്രഭാഷണത്തിൻ്റെ ഭാഗമായി, വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ. വിലപിക്കുന്നവർ, കണ്ണുനീരും ദുഃഖവും ഒക്കെ ഉള്ളവർ ഭാഗ്യവാന്മാരെന്ന് ക്രിസ്തു പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾക്ക് കണ്ണുനീര് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചവരാണ് പിതാക്കന്മാരൊക്കെ. യേശുക്രിസ്തു വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞത് മാത്രമല്ല, കരഞ്ഞുകൂടെ കാണിച്ചു തന്നു. വിശുദ്ധ സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിൽ ലാസറിൻ്റെ കല്ലറയുടെ അരികിൽ അവൻ കടന്നു ചെല്ലുന്നു, അവിടെ കണ്ണുനീർ വാർക്കുന്നു. വീണ്ടും നമ്മൾ കാണുന്നു വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 19-ാമത്തെ അധ്യായത്തിൽ, യെരുശലേമേ യെരുശലേമേ, പിടക്കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകടിയിൽ ചേർക്കും പോലെ എത്ര പ്രാവശ്യം നിന്റെ മക്കളെ ഞാൻ ചേർക്കുവാൻ തക്കവണ്ണം ആഗ്രഹിച്ചു, നിങ്ങളോ മനസ്സായില്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് യെരുശലേമിനെ നോക്കി പീഡാസഹനത്തിൻ്റെ നാളുകളിൽ ക്രിസ്തു കരഞ്ഞു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എബ്രായർക്ക് എഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായത്തിൽ നാം കാണുന്നുണ്ട്, കുരിശിൽ കിടന്നുകൊണ്ട് ക്രിസ്തു കണ്ണുനീർ വാർത്തു. ക്രിസ്തു തൻ്റെ ഐഹിക ജീവിതകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് വിടുവിക്കുവാൻ കഴിയുന്നവനോട് നിലവിളിയോടെ അഭയയാചന നടത്തിയെന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിലവിളിയോടെ അഭയയാചന നടത്തി. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഗത്സമനാ തോട്ടത്തിന്റെ വിവരണം എഴുതുമ്പോൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. വേറെ ആരും അത് പറഞ്ഞിട്ടില്ല. ആ രാത്രിയിൽ ക്രിസ്തുവിൻ്റെ സങ്കടത്തിൽ അവനെ ആശ്വസിപ്പിക്കുവാൻ തക്കവണ്ണം ആകാശത്ത് നിന്ന് ഒരു മാലാഖ ഇറങ്ങി അവൻ്റെ അരികിൽ നിന്നു. ആകാശത്തു നിന്നൊരു മാലാഖ ഇറങ്ങി വന്നുവെന്ന് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ട്. അത്രമേൽ ദുഃഖത്തോടെ ഭാരത്തോടെ യേശുക്രിസ്തു കാൽവറിയുടെ അനുഭവത്തിലേക്ക് കടന്നുപോയതാണ്. കണ്ണുനീരിനെ പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹമായി കാണുവാൻ തക്കവണ്ണം നമുക്കാകണം. ആരാധനയുടെ ഭാഗമായി, ഇത് സ്വകാര്യമായ പ്രാർത്ഥനയാകട്ടെ, ദേവാലയത്തിലെ ആരാധനയാകട്ടെ, ലഭിച്ച നന്മകളെ ഓർത്തും നമ്മുടെ പിഴകളെ ഓർത്തും അനുതപിക്കുവാനും കണ്ണുനീർ വാർക്കുവാനും നമുക്കാകണം. അല്ലെങ്കിൽ തന്നെ ജീവിതത്തിൻ്റെ ഗതി പോകുന്നത് ഓർക്കുമ്പോൾ, ഇതാ കടന്നു വന്നുകൊണ്ടിരിക്കുന്നതാകുന്ന അനുദിന പ്രയാസങ്ങൾ ഓർക്കുമ്പോൾ ആർക്കാണ് ഒരു വേളയെങ്കിലും ഒരു തുള്ളി കണ്ണുനീരെങ്കിലും പൊഴിക്കാതിരിക്കുവാൻ തക്കവണ്ണം ആവുന്നത്? ആരാധനയുടെ ഭാഗമായി കരഞ്ഞവരാണ് നമ്മുടെ പൂർവികരൊക്കെ. ആത്മീയ ജീവിതത്തിൽ നമ്മെ ഏറെ ബലപ്പെടുത്തുന്നതാണ് കണ്ണുനീര്. അതുകൊണ്ടാണ് സങ്കീർത്തന പുസ്തകം 56-ാമത്തെ സങ്കീർത്തനം 8-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്, നീ എൻ്റെ ഉഴൽച്ചകളെ എണ്ണുന്നു, എൻ്റെ കണ്ണുനീരിനെ നിൻ്റെ തുരുത്തിയിൽ ആക്കി വെക്കണമേ, അത് നിൻ്റെ പുസ്തകത്തിൽ ഇല്ലയോ? നമ്മൾ പറയുകയാണ്, ദൈവമേ, ഞാൻ പൊഴിക്കുന്ന ഒരു തുള്ളി കണ്ണുനീര് പോലും പാഴായി പോകാതെ നീ തുരുത്തിയിലത് ശേഖരിച്ച് വെക്കുന്നുണ്ട്. തുരുത്തിയിൽ ദൈവം നാം പൊഴിക്കുന്ന ഒരു തുള്ളി കണ്ണുനീര് പോലും പാഴായി പോകാതെ ശേഖരിച്ച് വെക്കുന്നുവെങ്കിൽ അവൻ്റെ സന്നിധിയിൽ മനമുഴര് കരയുവാൻ തക്കവണ്ണം നമുക്ക് ആകണം. അപ്പറേം പിതാവിൻ്റെ മെമ്രായിലൊക്കെ പാടും പോലെ, മാനസവാട്ടം കണ്ണീരും വന്നിടേണം പ്രാർത്ഥനയിൽ, പുഞ്ചിരിയുള്ള അധരം വ്യർത്ഥം തട്ടാത്ത മനവും പോരാ. നമുക്ക് ആരാധനയുടെ ഭാഗമായൊക്കെ ഒരു തുള്ളി കണ്ണുനീരെങ്കിലും പൊഴിക്കുവാൻ തക്കവണ്ണമാണ്. അത് സ്വർഗ കവാടത്തോളം എത്തുന്നതാണ്. മലയാളത്തിൽ അതുകൊണ്ടാണ് കണ്ണുനീർ ചാലെന്നുള്ള പ്രയോഗമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ചാലെന്ന് പറഞ്ഞാൽ വഴിയെന്നാണ് അർത്ഥം.
കണ്ണുനീർ ചാലെന്ന് പറഞ്ഞാൽ കണ്ണുനീരിൻ്റെ വഴി. കണ്ണുനീരൊരു വഴി തുറക്കുന്നുണ്ട്. അത് വഴി കാണിക്കുന്നവനായ ക്രിസ്തുവിലേക്കുള്ള വഴി തന്നെയാണ്, യാതൊരു സംശയവും വേണ്ട. ഈ മനുഷ്യൻ ദൈവസന്നിധിയിൽ തന്നെ താഴ്ത്തി, അതിനുശേഷം ഹൃദയം അലിവുള്ളതാക്കി, അതിനുശേഷം തൻ്റെ വസ്ത്രം കീറി അവൻ കരഞ്ഞു. അതുകൊണ്ട് ആസന്നമാകുന്ന ശിക്ഷാവിധിയിൽ നിന്ന് ഈ മനുഷ്യൻ രക്ഷപ്പെടുകയാണ്. ഞാൻ ഈ ദേശത്തിനും അതിലെ നിവാസികൾക്കും വരുത്തുവാൻ പോകുന്ന അനർത്ഥമൊന്നും നിന്റെ കണ്ണ് കാണേണ്ടി വരികയില്ല. നീ സമാധാനത്തോടെ നിന്റെ പിതാക്കന്മാരോട് ചേരും, ശാന്തതയോടെ നിന്റെ കല്ലറയിൽ അടക്കപ്പെടും. ഈ കാലത്ത് സമാധാനത്തോടൊന്ന് കടന്നു പോകുവാൻ ഇടയാകണമേ എന്നുള്ളതല്ലാതെ എന്താണ് നമുക്ക് പ്രാർത്ഥിക്കുവാൻ തക്കോണമുള്ളത്? ഏറെ അർത്ഥപൂർണമാണ് യഹോവയാകുന്ന ദൈവം ഈ മനുഷ്യനോട് സംസാരിക്കുന്ന വാക്കുകൾ. സമാധാനത്തോടെ ഒന്ന് കടന്നു പോകണമേ എന്നുള്ളതല്ലാതെ എന്താണ് ദുരിതം വിതയ്ക്കുന്ന ഈ കാലത്ത് നമുക്കേറെ ആഗ്രഹിപ്പാൻ തക്കവണ്ണം ഉള്ളത്? ഏറ്റവും അവസാനമായി, എന്തുകൊണ്ടാണ് യഹോവയാകുന്ന ദൈവം ഈ മനുഷ്യനെ കുറിച്ച് ഇത്ര ആശ്വാസകരമാകുന്ന അരുളപ്പാട് അറിയിക്കുവാൻ തക്കവണ്ണം കാരണം? ഈ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ മൂന്നാമത്തെ ഒരു പ്രത്യേകത കണ്ടിട്ടാണ് ഈ മനുഷ്യൻ്റെ മൂന്നാമത്തെ ജീവിത പ്രത്യേകതയായി നമുക്ക് വായിക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നത് യഹോവയുടെ ആലയത്തോടുള്ള ഈ മനുഷ്യൻ്റെ സമർപ്പണമാണ്. യഹോവയുടെ ആലയത്തെക്കുറിച്ചുള്ള എരിവും യഹോവയുടെ ആലയത്തോടുള്ള ദൈവാലയത്തോടുള്ള സമർപ്പണവും ഇത് അതിതീവ്രമാണ്. ഇത് പറയുവാൻ തക്കവണ്ണം കാരണം ദിനവൃത്താന്തം 2-ാം പുസ്തകം 34-ാം അധ്യായം 8 മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നുണ്ട്. അവൻ ദേവാലയത്തിൻ്റെ അറ്റകുറ്റം തീർത്തു. യോശിയ രാജാവ് ദേവാലയത്തിൻ്റെ അറ്റകുറ്റം തീർത്തു. അതിനുശേഷം 35-ാമത്തെ അധ്യായത്തിൽ വായിക്കുന്നു, അവിടെ യഹോവയുടെ പെസഹ അവൻ ആചരിച്ചു. ആ പെസഹായെ പറ്റി രേഖപ്പെടുത്തിയിരിക്കുന്ന 35-ാം അധ്യായം 18-ാം വാക്യത്തിലാണ്. ശമൂവേൽ പ്രവാചകന്റെ കാലം മുതൽ അന്നുവരെ ഇത്ര വിപുലമായി ഒരു പെസഹ അവർ ആചരിച്ചിട്ടില്ല. ശമൂവേൽ പ്രവാചകന്റെ കാലം മുതൽ ഇന്നുവരെ അത്ര വിപുലമായി അവർ ആചരിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഈ മനുഷ്യൻ തൻ്റെ അധ്വാനങ്ങളെല്ലാം എടുത്ത് തൻ്റെ ഹൃദയ സമർപ്പണം പരിപൂർണമാക്കി ദൈവത്തിൻ്റെ ആലയത്തിൽ വിശുദ്ധയാഗം നിർവഹിക്കുകയാണ്. സാഹചര്യം കൂടി മനസ്സിലാക്കണം. ദിനവൃത്താന്ത പുസ്തകം 32 മുതലുള്ള അധ്യായങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാമല്ലോ, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ജനമെല്ലാം മ്ലേച്ഛതയിൽ മുഴുകി. വഴി നടത്തുവാൻ തക്കവണ്ണമുള്ള പ്രവാചകന്മാരെ അവർ നിർദ്ദയം കൊന്നുകളഞ്ഞു. ആരാധനയ്ക്കുള്ള യെരൂശലേം ദേവാലയം അവർ അടച്ചു കളഞ്ഞു. യഹോവയാകുന്ന ദൈവം തൻ്റെ കൈവിരൽ കൊണ്ട് എഴുതി കൊടുത്ത 10 കൽപ്പനകൾ അവർ പൊടിയിൽ കൊണ്ട് കളഞ്ഞു. യഹോവയാകുന്ന ദൈവം കൈവിരൽ കൊണ്ട് എഴുതി കൊടുത്തു എന്നാണ് പിതാക്കന്മാർ പറയുന്നത്. കൈവിരൽ കൊണ്ട് എഴുതി കൊടുത്തപ്പോൾ അതിൽ അവൻ്റെ ചുടുനിണം കൂടി പതിഞ്ഞിരുന്നു. നമുക്കറിയാം, കല്ലിൽ അല്പനേരം വിരലുകളൊന്ന് ഉരച്ചു നോക്കുമ്പോൾ അതിൽ നിന്ന് രക്തമിറ്റിട്ട് വീഴുവാൻ തക്കവണ്ണം തുടങ്ങും. യഹോവയാകുന്ന ദൈവം തൻ്റെ ഹൃദയ രക്തം കൂടി കലർത്തിയാണ് 10 കൽപ്പനകൾ എഴുതി കൊടുത്തതെന്ന് യഹൂദന്മാർക്കിടയിൽ ഒരു വിശ്വാസമുണ്ട്. ഇങ്ങനെ രക്തം കൂടി കലർത്തി എഴുതി കൊടുത്ത 10 കൽപ്പനകൾ പൊടിയിൽ കൊണ്ട് കളഞ്ഞു. ദേവാലയം അടച്ചു. വൃക്ഷങ്ങൾക്ക് കീഴിൽ അവർ ആരാധനാലയങ്ങൾ പണിത് ഓരോരുത്തരും താന്താൻ്റെ പൂജാഗിരികളിൽ ആരാധന നടത്തുവാൻ തക്കവണ്ണം തുടങ്ങി. ഇങ്ങനെ അത്യന്തം മ്ലേച്ഛകരമാകുന്ന അനുഭവത്തിലേക്ക് അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് വേറെ ഒരു മനുഷ്യനും സഹായത്തിനില്ല എങ്കിലും ഈ കൊച്ചു രാജാവ് തൻ്റെ ജീവിത സമർപ്പണം മുഴുവനും എടുത്ത് യഹോവയുടെ ആലയം നന്നാക്കുന്നു. നന്നാക്കിയതിന് ശേഷം പൊടിയിൽ കൊണ്ട് കളഞ്ഞ ന്യായപ്രമാണ പുസ്തകം കണ്ടെടുക്കുന്നു. അതിലെ വാക്യങ്ങൾ വായിച്ച് നിലവിളിച്ച് കരയുന്നു. എൻ്റെ അകൃത്യം എത്ര വലുതാണ് എന്ന് നിലവിളിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ അനുതാപത്തോടെ അവൻ നിലകൊള്ളുന്നു. ഈ ശ്രേഷ്ഠതയാണ് യഹോവയാകുന്ന ദൈവം മാനിച്ചത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്കും യഹോവയുടെ യാഗപീഠത്തോട് അടുപ്പവും ഹൃദയപൂർവമുള്ള സമർപ്പണവും ഉണ്ടാകേണ്ടത് അനിവാര്യം തന്നെയാണ്. സുറിയാനി പിതാക്കന്മാർ പറയുന്നത് നമ്മെ സംബന്ധിച്ച് 3 ദേവാലയങ്ങളാണുള്ളത്.
ഒന്നാമതായി ഉള്ള ദേവാലയം അവർ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഈത്തോബ് ബെഷ്മായോ, ചർച്ച് ഇൻ ദ ഹെവൻ, സ്വർഗത്തിലെ ദേവാലയം. വെളിപാട് പുസ്തകം 4 മുതലുള്ള അധ്യായങ്ങളിലൊക്കെ നാം വായിക്കുന്നുണ്ട്. ഇത് 24 മൂപ്പന്മാർ കയ്യിൽ സുഗന്ധദ്രവ്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് കുഞ്ഞാടിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് രാപ്പകൽ കുഞ്ഞാട് പരിശുദ്ധൻ 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 എന്ന് പറയുന്ന സ്വർഗത്തിൽ ആരാധന നടക്കുന്നൊരു യാഗപീഠം. ഭൗമിക സഭയിൽ നിന്ന് പിരിയുമ്പോൾ നമ്മളെല്ലാം ചെന്ന് നിൽക്കേണ്ടത് അവിടെയാണ്. കയ്യിൽ കുരുത്തോലകളൊക്കെ പിടിച്ച് ചെന്ന് നിൽക്കുന്ന സ്വർഗത്തിലെ യാഗപീഠത്തിന്റെ സ്മരണ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഉണ്ടാകണം. രണ്ടാമതായി അവർ പറയുന്ന ദേവാലയം ഈത്തോബ് അറവോ, ഭൂമിയിലെ ദേവാലയം, ചർച്ച് ഇൻ ദ എർത്ത്, ഈ ഭൂമിയിലെ ദേവാലയം. വിശുദ്ധനാകുന്ന മത്തായി ശ്ലീഹായുടെ സുവിശേഷം 16-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങളിലൊക്കെ നാം വായിക്കും പോലെ, നീ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയുമെന്ന് പറഞ്ഞുകൊണ്ട് പത്രോസ് ഏറ്റു പറഞ്ഞ വിശ്വാസമാകുന്ന ശിലമേൽ പണിയപ്പെട്ട ഭൂമിയിലെ യാഗപീഠം, ഭൂമിയിലെ ദേവാലയം. ഇതിൻ്റെ സ്മരണ നമുക്കുണ്ട്. പള്ളിയിൽ പോകുവാനും ആരാധനയിൽ സംബന്ധിക്കുവാനും ഒക്കെ നമുക്ക് വലിയ താല്പര്യമാണ്. പക്ഷേ ഈ ഭൂമിയിലെ ദേവാലയത്തിലെ ഇടപെടൽ എങ്ങനെയുള്ളതായിരിക്കണം? സ്വർഗത്തിലെ ദേവാലയത്തിൽ എൻട്രി കിട്ടുവാൻ വേണ്ടിയുള്ളതാവണം ഭൂമിയിലെ ദേവാലയത്തിലെ ഇടപെടൽ. ഇതിനു മുൻപ് പറഞ്ഞ 3 സുഹൃതങ്ങളും ജീവിതത്തോട് ചേർത്ത് വെക്കണം. വിനയവും ആർദ്രതയും അതിനോടൊപ്പം കണ്ണുനീരും ഒക്കെ ദേവാലയത്തിൽ വരുമ്പോഴും ദേവാലയത്തിന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴും ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകണം. എങ്കിലേ സ്വർഗത്തിലെ ദേവാലയത്തിൽ ഇടം കിട്ടുകയുള്ളൂ. മൂന്നാമതായി ഒരു ദേവാലയം കൂടി ഉണ്ട്. അതിങ്ങനെയാണ് പിതാക്കന്മാർ പറയുന്നത്: ഈത്തോബ് ലേബോ, ചർച്ച് ഇൻ ദ ഹാർട്ട്, ഹൃദയമാകുന്ന ദേവാലയം, അല്ലെങ്കിൽ ഹൃദയത്തിലെ ദേവാലയം. പരിശുദ്ധ പൗലോസ് അപ്പോസ്തലനൊക്കെ കൊരിന്ത്യ ലേഖനത്തിൽ എഴുതി പറഞ്ഞതാണല്ലോ, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ? വേറെടുത്ത് പറയുന്നു, ശരീരം കൊണ്ട് നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. ശരീരവും ഒരു യാഗപീഠമാണ്. നിർഭാഗ്യമെന്ന് പറയട്ടെ, അനുദിനം നമുക്ക് വരുന്ന ബലഹീനതകളെല്ലാം ശരീരമാകുന്ന യാഗപീഠത്തിലാണ്. ദാനിയേൽ പ്രവചന പുസ്തകത്തിൽ പ്രവാചകൻ ദർശനം കാണുന്നത് പോലെ ഒരു വലിയ പ്രതിമ, തല തങ്കം കൊണ്ടാണ്, ഉടല് താമ്രം കൊണ്ടും ഇരുമ്പ് കൊണ്ടുമാണ്, ഒറ്റ ബലഹീനതയേ ഉള്ളൂ. ഒരു പാദം നിർമ്മിച്ചു വെച്ചിരിക്കുന്നത് കളിമണ്ണ് കൊണ്ടാണ്. എവിടെ നിന്നോ ഒരു വലിയ കല്ല് പാഞ്ഞു വരുന്നു. കല്ല് വീഴുന്നത് തങ്കം കൊണ്ട് നിർമ്മിച്ച തലയിലല്ല, താമ്രം കൊണ്ടും ഇരുമ്പ് കൊണ്ടും നിർമ്മിച്ച ഉടലിലും അല്ല. ഈ കല്ല് വീഴുന്നത് കളിമണ്ണ് കൊണ്ട് നിർമ്മിച്ച പാദങ്ങളിലാണ്. അതുകൊണ്ടാണ് ദാനിയേൽ പ്രവചന പുസ്തകം 3-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്, ആ കല്ല് പ്രതിമയെ പൊടിയാക്കി, തൊട്ടടുത്ത് വന്ന കാറ്റിൽ പ്രതിമ പൊടിയായി പറന്നുപോയി. ശരീരമാകുന്ന യാഗപീഠത്തെ സൂക്ഷിക്കണം. ബലഹീനമായ ഒരവയവം മതി ജീവിതത്തിന് സ്വതസിദ്ധമായി ദൈവം തന്ന സകല നിർമ്മലതകളും നഷ്ടമാക്കി കളയുവാൻ. ഏദൻ തോട്ടം സാക്ഷിക്കുന്നത് അതാണ്. ആ ഫലം കാൺമാൻ കമനീയമെന്ന് നമ്മൾ കണ്ടു. ആദ്യം കണ്ണ് ചതിച്ചു, തിന്മാൻ മോഹനീയമായി തോന്നി, അധരം ചതിച്ചു. ഇത് തിന്നാൽ ദൈവത്തെ പോലെയാകും എന്ന് പറയുന്ന ശബ്ദം കേൾക്കുവാൻ ചെവി ചായച്ചു കൊടുത്തു, കർണപുടങ്ങൾ ചതിച്ചു. പിന്നെ ശീമാ നമസ്കാരത്തിലൊക്കെ ഇന്ന് വൈകിട്ട് പാടിയതുപോലെ, പാഞ്ഞു മരത്തെ പ്രാപിച്ചോരാ പാഴ്പാദങ്ങൾ, കാല് നീട്ടിവെച്ച് വൃക്ഷത്തിൻ്റെ അരികിലേക്ക് നടന്നു, പാദങ്ങൾ ചതിച്ചു. കൈ നീട്ടി ആ വൃക്ഷഫലം പറിച്ചെടുത്തു, കരങ്ങൾ ചതിച്ചു. ബലഹീനത ജീവിതത്തിൽ കടന്നു വരുന്നത് ഈ വഴിയായൊക്കെയാണ്. ഇതിനെയാണ് 2-ാം ഹൗവയാകുന്ന കന്യക മറിയം മാറ്റിയെടുത്തത്. എൽദോ പെരുന്നാൾ അതുകൊണ്ടാണ് പിതാക്കന്മാർ എഴുതി വെച്ചത്, കാതതിലൂടെ ഉൾപൂകി ബാലിക തന്നിൽ വചനം വാണു. ആദ്യത്തെ മാതാവാകുന്ന ഹൗവ പിശാചിന്റെ തന്ത്രം ചെവി വഴിയായി കേട്ട് കൊലപാതകനാകുന്ന കയീന് ഗർഭം ധരിച്ചുവെങ്കിൽ, രണ്ടാമത്തെ ഹൗവയാകുന്ന കന്യക മറിയം ദൈവത്തിൻ്റെ അരുളപ്പാട് കാതിലൂടെ കേട്ട് ലോകത്തിന് നവജീവനെ നൽകുന്ന ക്രിസ്തുവിനെ തൻ്റെ ഉദരത്തിൽ വഹിച്ചു. അവയവങ്ങൾ ബലഹീനമായി പോകരുത്. ഈ ലോക ജീവിതത്തിലായിരിക്കുമ്പോൾ നമുക്ക് സംഭവിക്കുന്ന ഏറിയ പങ്ക് അപജയങ്ങളും പാപങ്ങളും ശരീരത്തിലുള്ളതാണ്. ചിന്തകൾ വഴിയായി, ഇടപെടലുകൾ വഴിയായി, ആലോചനകൾ വഴിയായി, അനാവശ്യ നോട്ടങ്ങൾ വഴിയായി, സ്പർശനങ്ങൾ വഴിയായി ദൈവം സ്വതസിദ്ധമായി തന്ന നിർമ്മലതയാണ് നഷ്ടമാക്കി കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെയും ന്യായവിധിയുടെ സിംഹാസനത്തിങ്കൽ കണക്ക് ബോധിപ്പിക്കേണ്ടതാകുന്ന കാലം വരുമെന്ന്
ഓർത്തുള്ള പ്രവർത്തനങ്ങൾ നിർവഹിക്കുവാൻ തക്കവണ്ണം നമ്മെ പ്രേരിപ്പിക്കുന്നത് ആയിരിക്കണം. എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഇവിടെ ഇതാ നാം ചിന്തിച്ചത്, യഹോവയാകുന്ന ദൈവം സാധാരണക്കാരനായ ഒന്നും അഭിമാനിക്കുവാനില്ലാത്തൊരു രാജാവിനെ പറ്റി, 8 വയസ്സുള്ള ബാലനെ പറ്റി പറയുകയാണ്. നീ സമാധാനത്തോടെ നിന്റെ പിതാക്കന്മാരോട് ചേരും, ശാന്തതയോടെ നിന്റെ കല്ലറയിൽ അടക്കപ്പെടും. ഞാൻ ഈ സ്ഥലത്തിന് വരുത്തുവാൻ പോകുന്ന അനർത്ഥമൊന്നും നിന്റെ കണ്ണ് കാണേണ്ടി വരികയില്ല. എന്തുകൊണ്ട് ഈ മനുഷ്യനോട് പറഞ്ഞു? ദൂഷിതമായ ഒരു കാലഘട്ടത്തിൽ ജീവിച്ച ഈ മനുഷ്യനോട്. അതിൻ്റെ കാരണം 3 ഒന്നാമതായി നാം കണ്ടു, അവൻ്റെ ദൈവാന്വേഷണത്തിൻ്റെ തീവ്രത. മാതൃകയാകാൻ ആരുമില്ല, കൈപിടിച്ച് നടത്താൻ ഒരു മനുഷ്യനുമില്ല. പക്ഷേ ഈ മനുഷ്യൻ 14 തലമുറകൾക്ക് മുമ്പിലുള്ള ദാവീദിനെ നോക്കി. ദാവീദ് ആരെ പ്രിയം വെച്ച് നടന്നുവോ ആ യഹോവയുടെ അരികിലേക്ക് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ ഇത് നീതിയുടെ മാർഗത്തിൽ കൂടി യാത്ര ചെയ്തു. സാഹചര്യങ്ങളെല്ലാം നമുക്കിപ്പോഴും വിശാലവും ഒരുക്കമുള്ളതുമാണ്. തീരുമാനം നമ്മുടേതാകട്ടെ. എൻ്റെ പിതാക്കന്മാർ കാണിച്ചു തന്ന വിശ്വാസത്തിൽ കൂടി ഇത് ദൈവീകരണത്തിലേക്ക് പദമൂന്നുവാൻ തക്കവണ്ണം ഉള്ള വിളിയും നിയോഗവും വ്യഥാവാക്കി കളയുവാൻ ഇടയാകരുത് എന്ന് ചിന്തിപ്പാൻ നമുക്ക് സാധിക്കണം. രണ്ടാമതായി മനുഷ്യൻ്റെ പ്രത്യേകതയായി നാം കണ്ടു 3 അർത്ഥവത്തായ ശ്രേഷ്ഠമായ ജീവിത മൂല്യങ്ങൾ. 1, നീ നിന്റെ ഹൃദയം അലിവുള്ളതാക്കി. ഈ ലോകത്തിൽ 70 80 വർഷമൊക്കെ ജീവിക്കുവാനുള്ള ഭാഗ്യം ഉണ്ടായേക്കാം. വളരെ പെട്ടെന്ന് ചിലപ്പോൾ കടന്നു പോകേണ്ടതായി വന്നേക്കാം. ഹൃദയം അലിവുള്ളതാക്കുവാൻ ഇടയാകട്ടെ. അതിന് സംഭാഷണങ്ങൾ ഉണ്ടാകണം. രണ്ടാമതായി ജീവിത മൂല്യമായി കണ്ടു, അവനെ തന്നെ താഴ്ത്തി വിനയമുള്ളവനായി രൂപാന്തരപ്പെട്ടു. വിനയത്തോടെ നടന്നു നീങ്ങുവാൻ ഇടയാകട്ടെ. മൂന്നാമതായി വസ്ത്രം കീറി അവൻ ദൈവസന്നിധിയിൽ കണ്ണുനീർ വാർത്തു. കരയുവാൻ നമുക്ക് ദൈവസന്നിധിയിൽ ഇടയാകട്ടെ. ഏറ്റവും അവസാനം 3-ാമത്തെ ചിന്തയായി, മനുഷ്യൻ്റെ പ്രത്യേകതയായി ജീവിത മൂല്യമായി നാം കണ്ടു യഹോവയുടെ യാഗപീഠത്തോടുള്ള ആത്മസമർപ്പണം. നമുക്ക് 3 യാഗപീഠങ്ങളുണ്ട് സ്വർഗത്തിൽ. അവിടെ ഇടം കെട്ടുവാൻ ഭൂമിയിലെ യാഗപീഠത്തിൽ അർത്ഥപൂർണമായി ഇടപെട്ടുകൊണ്ട് ശരീരമാകുന്ന യാഗപീഠത്തെ വിശുദ്ധിയോടെ പരിപാലിക്കുവാൻ ഇടയാകട്ടെ. അങ്ങനെ അനവരതം ദൈവത്തിൻ്റെ കൃപാപ്രവാഹങ്ങൾ ധാരാളമായി പ്രാപിച്ചുകൊണ്ട് നമ്മളുടെ ഈ ധരയിലെ ആത്മീക ജീവിതം ഏറെ അനുഗ്രഹപൂർണമാക്കി മാറ്റുവാൻ കുറവുള്ളവനാകുന്ന എനിക്കും നിങ്ങൾക്കും സർവശക്തനാകുന്ന ദൈവം ഈ വചനങ്ങളാൽ ശക്തിയും ബലവും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.